وله من في السماوات والأرض ومن عنده لا يستكبرون عن عبادته ولا يستحسرون يسبحون الليل والنهار لا يفترون أم اتخذوا آلهة من الأرض هم ينشرون لو كان فيهما آلهة إلا الله لفسدتا فسبحان الله رب العرش عما يصفون. പ്രോഫ്കോൺ 14 വർഷം മുമ്പ് തുടക്കം കുറിച്ച മെഡിക്കൽ, ടെക്നിക്കൽ, മാനേജ്മെന്റ്, ലോ രംഗത്തെ വിദ്യാർത്ഥികളുടെ അത്ഭുതപൂർവ്വ സംഗമം. പ്രോഫ്കോൺ ടു ദ റൈറ്റ് ഗോൾ ത്രൂ ദ റൈറ്റ് പാത്ത് എന്ന തലവാചകത്തിൽ ഇന്ത്യയിലെയും വിദേശത്തെയും പ്രമുഖ പ്രൊഫഷണൽ വിദ്യാർത്ഥി സമ്മേളനം മെഡിക്കൽ, ടെക്നിക്കൽ, ലോ, മാനേജ്മെന്റ് രംഗത്തെ വിദ്യാർത്ഥികളുടെ ഐതിഹാസിക കൂട്ടായ്മയ്ക്ക് തുടക്കം കുറിച്ചത് 13 വർഷങ്ങൾക്കു മുൻപ് കോഴിക്കോട് പട്ടണത്തിൽ. കേരളത്തിലെ മിക്ക ജില്ലകളും കേന്ദ്രീകരിച്ച് നടന്ന ദൈക്ഷണിക വിദ്യാർത്ഥി സംഗമത്തിന്റെ 14ാം എഡിഷന് ആതിഥേയത്വം പകർന്നത് കേരളത്തിന്റെ സാംസ്കാരിക പട്ടണം എന്ന വിശേഷണമുള്ള തൃശൂർ നഗരപരിധിയിലെ മുണ്ടൂരിൽ സ്ഥിതി ചെയ്യുന്ന വിശാലവും പ്രകൃതി രമണീയവുമായ നോളജ് പാർക്ക് ആയിരുന്നു. മാസങ്ങൾക്കു മുൻപേ പ്രൊഫഷണൽ കലാലയങ്ങൾ കേന്ദ്രീകരിച്ചു തുടങ്ങിയ വൈവിധ്യമാർന്ന ദൗവ പ്രവർത്തനങ്ങൾ പ്രോഫ്കോണിന്റെ പ്രത്യേകത തന്നെയായിരുന്നു. 2009 ഡിസംബർ 20 നടന്ന സംസ്ഥാനതല പ്രതിനിധി സംഗമം, 2010 ജനുവരി 17 പെരിന്തൽമണ്ണ മൗലാന അക്കാദമിക് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കപ്പെട്ട സ്റ്റേറ്റ് നഴ്സിംഗ് സ്റ്റുഡൻസ് കോൺഫറൻസ്, ജനുവരി 26 കോഴിക്കോട് സംഘടിപ്പിച്ച ഗേൾസ് ഗാദറിംഗ്, 2010 ഫെബ്രുവരി മാസത്തിൽ സംസ്ഥാനത്തെ 5 പ്രമുഖ പ്രൊഫഷണൽ കലാലയങ്ങൾ കേന്ദ്രീകരിച്ച് ഇസ്ലാം ദ റിലിജിയൻ ഓൺ പീസ് എന്ന ക്യാമ്പസ് സംവാദങ്ങൾ ആലപ്പുഴ ടി മെഡിക്കൽ കോളേജ്, പരിയാരം സഹകരണ മെഡിക്കൽ കോളേജ്, കുറ്റിപ്പുറം MES എഞ്ചിനീയറിംഗ് കോളേജ്, കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് എന്നീ ക്യാമ്പസ് പരിസരങ്ങൾ സമാധാനത്തിന്റെ മതമായ ഇസ്ലാമും കാരുണ്യത്തിന്റെ പ്രവാചകനായ മുഹമ്മദ് നബിയും വിമർശിക്കപ്പെടുന്ന വർത്തമാന കേരളീയ സാഹചര്യത്തിൽ ശക്തവും ബൗദ്ധികവുമായ ചർച്ചകൾക്ക് വേദിയാവുകയായിരുന്നു. 2010 ഫെബ്രുവരി 23 തിരുവനന്തപുരത്ത് നിന്നും ബഹുമാനപ്പെട്ട കേരള വനം വകുപ്പ് മന്ത്രി ശ്രീ ബിനോയ് വിശ്വം ഉദ്ഘാടനം നിർവഹിച്ച സന്ദേശപ്രയാണം കേരളത്തിലെ 14 ജില്ലകളിലെയും ക്യാമ്പസുകൾ സന്ദർശിക്കുകയും പ്രോഫ്കോൺ സന്ദേശരേഖകളും CD-കളും വിദ്യാർത്ഥികൾക്ക് കൈമാറുകയും ചെയ്തു. പ്രോഫ്കോണിന്റെ ഭാഗമായി മലയാളത്തിലും ഇംഗ്ലീഷിലും പ്രത്യേക ലഘുലേഖകൾ, സ്നേഹപൂർവവും സന്ദേശപ്രഭാഷണം, കഴിഞ്ഞ പ്രോഫ്കോണുകളുടെ മാധുര്യം വിളിച്ചറിയിക്കുന്ന ഡോക്യുമെന്ററി, കലാലയ അധികൃതർ, അധ്യാപകർ എന്നിവർക്ക് പ്രത്യേകം ക്ഷണക്കത്തുകൾ, അതിഥികൾ, രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ എന്നിവർക്കു വേണ്ട പ്രോഗ്രാം നോട്ടീസുകളും ഇതിൽ ശ്രദ്ധേയമായിരുന്നു. കേരളത്തിലെ പ്രൊഫഷണൽ കലാലയങ്ങൾ 20 റീജിയനുകളായി വർഗീകരിച്ച് നടന്ന രജിസ്ട്രേഷൻ പ്രവർത്തനങ്ങൾ, ഇതിന്റെ അന്തിമ ആലോചനയ്ക്ക് മഞ്ചേരിയിൽ നടന്ന ഇൻസൈറ്റ് ക്യാമ്പസ് മീറ്റ്, പ്രാദേശിക സംഘാടനത്തിനു വേണ്ടി തൃശൂർ ഹോട്ടൽ ലവ് ഷോറിൽ സംഘടിപ്പിച്ച പ്രോഫ്കോൺ പ്രഖ്യാപന സമ്മേളനം, തുടർന്നു രൂപീകരിച്ച സ്വാഗത സംഘത്തിന്റെ കീഴിൽ നടന്ന ചിട്ടയായ മുന്നൊരുക്കങ്ങൾ, നോളജ് പാർക്കിൽ പ്രതിനിധികൾക്ക് സമ്മേളനം വീക്ഷിക്കാനും താമസിക്കാനും ഒരുക്കിയ അതിവിശാല സൗകര്യങ്ങൾ, പരിസ്ഥിതി സൗഹൃദവും മതിപ്പുളവാക്കുന്നതുമായ നോളജ് പാർക്ക് എന്നിവ പ്രോഫ്കോണിന്റെ ഗൗരവം വർദ്ധിപ്പിച്ചു. പ്രോഫ്കോണിന് തൊട്ടുമുമ്പ് തൃശൂർ ശക്തൻ തമ്പുരാൻ ബസ് സ്റ്റാൻഡിന് സമീപവും ശേഷം പ്രോഫ്കോൺ നഗരിയിലും സ്ഥാപിക്കപ്പെട്ട മെസ്സേജ് എക്സിബിഷൻ പ്രതിനിധികൾക്ക് ഇസ്ലാമിക വിജ്ഞാനങ്ങളും അവയുടെ സാങ്കേതിക സാധ്യതകളും അറിയാനും പകർത്താനും സൈബർ വേൾഡ്, പ്രതിനിധികൾക്ക് സമ്മേളനം വീക്ഷിക്കാനും പവർ പോയിന്റ് ഫാക്കൽറ്റികൾക്ക് പ്രസന്റേഷനും ഉതകുന്ന സാങ്കേതിക സൗകര്യങ്ങൾ, ലോകത്തുള്ള മുഴുവൻ വ്യക്തികൾക്കും പ്രോഫ്കോൺ തത്സമയം കാണുന്നതിന് ലൈവ് വെബ്കാസ്റ്റിംഗ്, ഫാക്കൽറ്റി മീറ്റ്, ഗേൾസ് ഗാദറിംഗ്, പ്രോഫ്കോൺ ലീഡേഴ്സ് മീറ്റ് തുടങ്ങിയ സെഷനുകൾക്കു വേണ്ടി തയ്യാറാക്കിയ
പ്രത്യേക ഓഡിറ്റോറിയം. നമസ്കാരത്തിനും വുളു ചെയ്യാനുമുള്ള സൗകര്യപ്രദവും വൃത്തിയുള്ളതുമായ സംവിധാനം, പ്രാഥമിക ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള ഫസ്റ്റ് എയ്ഡ് സെന്റർ, അതിഥികൾക്ക് വിശ്രമിക്കാനുള്ള ഗസ്റ്റ് റൂം, വിശാലവും ശാസ്ത്രീയവുമായ ക്ലോക്ക് റൂം, ഒരേ സമയത്തും വേഗത്തിലും ഭക്ഷണം ലഭ്യമാക്കാൻ വിവിധ കൗണ്ടറുകൾ, സദാസമയത്തും ഊഷ്മളതയും ഊർജ്ജസ്വലതയും കൈമുതലുള്ള MSM വോളണ്ടിയർമാർ, പെൺകുട്ടികളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന് MGM ഭാരവാഹികളും പ്രവർത്തകരും, സഹായഹസ്തവുമായി പ്രോഫ്കോൺ ഹെൽപ്പ് ഡെസ്ക്, പ്രതിനിധികളുടെ വ്യക്തിപരവും ദൗവ കരിയർ രംഗത്തെ മാർഗനിർദ്ദേശങ്ങൾക്കു വേണ്ടി സജ്ജീകരിച്ച കൗൺസിലിംഗ് സെന്റർ, വിദേശ രാജ്യങ്ങളെ പ്രതിനിധീകരിച്ച് പ്രോഫ്കോണിൽ പങ്കെടുത്ത വിദേശ പ്രതിനിധികൾ, വിശുദ്ധ ഖുർആനിന്റെ ആദ്യ വചനങ്ങളുടെ വിഷ്വൽ പ്രസന്റേഷനോടു കൂടിയാണ് പ്രോഫ്കോൺ യാത്രയാരംഭിച്ചത്. ഇല്ലായ്മയിൽ നിന്നാണ് മനുഷ്യന്റെ യാത്ര ആരംഭിക്കുന്നത്. സങ്കീർണമായ സൃഷ്ടിപ്രക്രിയകളിലൂടെ തികഞ്ഞ മനുഷ്യനായി അവന് ജന്മം നൽകിയത്, വളരാനും വികസിക്കാനും ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കിയ വായുവും വെള്ളവും സുലഭമായി നൽകി ആരാണ് ജീവന്റെ നിലനിൽപ്പ് സാധ്യമാക്കിയത്? ആരാണ് അകത്തും പുറത്തും നടക്കുന്ന വ്യത്യസ്തങ്ങളായ ചലനങ്ങളോ അന്തർഭാഗത്ത് തിളച്ചുമറിയുന്ന ഭയാനകമായ നീക്കങ്ങളോ ഒട്ടുമറിയിക്കാതെ തീർത്തും ഒരു തൊട്ടിലെന്ന കണക്കെ ഭൂമിയെ പടച്ചുവെച്ചത്? ആരാണ് ബഹിരാകാശത്തു നിന്നുള്ള പതനങ്ങളെയും മാരകമായ രശ്മികളെയും പ്രതിരോധിച്ച് വായുമണ്ഡലത്തെ മനുഷ്യനു പോറലേൽപ്പിക്കാത്ത വിധം രൂപകൽപ്പന ചെയ്തത്? ജാതിമതഭേദമന്യേ എല്ലാവരും പറയും, ലോകപരിപാലകനായ സർവശക്തൻ. കലുഷിതമായ ജീവിതത്തിന്റെ നെട്ടോട്ടങ്ങൾക്കിടയിൽ പ്രതിസന്ധികളും പ്രാരാബ്ധങ്ങളും കൊണ്ട് വീർപ്പുമുട്ടുന്ന മനുഷ്യന് അനുഗ്രഹദാതാവായ അല്ലാഹു വഴികാട്ടാതിരിക്കുമോ? ഇല്ല, ഒരിക്കലുമില്ല. മാനവർക്ക് മാർഗദർശനമായി അവതരിക്കപ്പെട്ട അവസാനത്തെ വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ധർമാധർമ്മങ്ങളെ കൃത്യമായി വേർതിരിക്കുന്ന ഖുർആൻ ചിന്തിക്കുന്നവർക്കു മുന്നിൽ അത്ഭുത ദൃഷ്ടാന്തമാണ്. ധാർമ്മിക മൂല്യങ്ങൾ കൈവെടിഞ്ഞ് മനുഷ്യ മനസ്സുകളെ മരവിപ്പിക്കുന്ന അധാർമികതയിൽ മുഴുകിയ സമൂഹത്തോട് വായിക്കുവാനും പഠിക്കുവാനും ആഹ്വാനം ചെയ്തുകൊണ്ടാണ് ഖുർആനിക സൂക്തം ആദ്യമായി അവതരിക്കുന്നത്. അധ്യായം 96 അലഖ് 1 മുതൽ 5 വരെയുള്ള വചനങ്ങൾ. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ ഖലഖൽ ഇൻസാന മിൻ അലഖ ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക. നിന്റെ രക്ഷിതാവ് പേനകൊണ്ട് പഠിപ്പിച്ചവനായ ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു. അനന്തമായ അറിവിന്റെയും വിശാലമായ വിജ്ഞാനത്തിന്റെയും വിസ്മയലോകത്തേക്ക് വരൂ. നമുക്ക് പ്രയാണമാരംഭിക്കാം. മാതാപിതാക്കൾ ബന്ധവും കടപ്പാടും സെഷൻ ഓരോ പ്രതിനിധിയുടെയും കണ്ണു നനയ്ക്കുന്നതും ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ പുതിയ തീരുമാനങ്ങൾ കുറിക്കുന്നതുമായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരമകാരുണികനും കരുണാവാരിധിയുമായ സൃഷ്ടാവിൻ്റെ രക്ഷ നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. 3000 വീടുകൾ സമാധാനത്തിലേക്ക് മടങ്ങുകയാണ്. അറിയണം, ഇനിയും അറിയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നമ്മളിവിടെ ഒരുമിച്ച് ചേർന്നിട്ടുള്ളത്. ഒരു 1/4 മിനിറ്റ് സമയം എല്ലാവരും കണ്ണടക്കുക.
1/4 മിനിറ്റ് സദസ്സിലുള്ള എല്ലാവരും ഒരു 1/4 മിനിറ്റ് കണ്ണടക്കുക. 1/4 മിനിറ്റ് വേണ്ട, ഞാൻ പറയുന്ന സമയം കഴിഞ്ഞ് ഞങ്ങൾക്ക് തുറക്കാം. കണ്ണടച്ചോ, എല്ലാവരും കണ്ണടക്കുക. എന്നിട്ട് കിഴക്ക് വശം എങ്ങോട്ടാണ് ഒന്ന് ചൂണ്ടുക, കൈ ഉയർത്തിയിട്ട്. കണ്ണ് തുറക്കരുത്, എല്ലാവരും ചൂണ്ടുക കണ്ണടച്ച്. കൈ മാറ്റാതെ കണ്ണു തുറക്കുക. എവിടെയാണ് കിഴക്ക്? ഓരോരുത്തരും അവരവരുടേതായ കിഴക്കിലേക്ക് ചൂണ്ടി. പക്ഷേ സത്യമായ ഒരു കിഴക്കുണ്ട്. ഇതിനാണ് MSM നമ്മളെ വിളിച്ചു കൂട്ടിയത്. ദിശ എല്ലാവർക്കും ഉണ്ട്. പക്ഷേ നമ്മൾ നടന്നും ഉയർന്നും പോകാനുള്ള വഴി പ്രിയപ്പെട്ടവരെ നമ്മൾ തന്നെ കണ്ടെത്തുക. നമുക്ക് വഴി നൽകുന്നവൻ അല്ലാഹുവാണ്. അല്ലാഹു നമ്മുടെ കൂടെ ഉണ്ടാവണം. നമ്മൾക്കവൻ വഴി പറഞ്ഞു തരണം. അതിന് നമ്മൾ നല്ലവരാവണം. നമ്മുടെ വീട്ടിലെ നല്ല കുട്ടികളാണ് നമ്മൾ. ആ നമ്മളെയാണ് സ്കൂൾ ക്യാമ്പസിൽ നിന്ന് വൃത്തികെട്ടവൻ എന്ന് പറഞ്ഞ് പുറത്താക്കിയത്. എന്തുകൊണ്ട്? ഉമ്മക്ക് നല്ലവനാണ്, ഉപ്പക്ക് നല്ലവനാണ്. പ്രിൻസിപ്പലിന് മോശമാകാൻ കാരണം പ്രിൻസിപ്പൽ മോശമായത് കൊണ്ടല്ല. നമ്മളെ അറിയണം. നമ്മൾ ഒറ്റക്കല്ല, കൂട്ടായാണ് ഇവിടെ എത്തി നിൽക്കുന്നത്. ഒരു പുസ്തകമാണ്. നാം ആകുന്ന പുസ്തകത്തെ നമ്മൾ തന്നെ വായിക്കുക. പഠനം, ചിന്ത, സമർപ്പണം എന്ന് കേരളത്തിൻ്റെ മുമ്പിൽ തൊട്ടിലു മുതൽ കട്ടിലു വരെ പഠിക്കണം എന്ന് പ്രഖ്യാപിച്ച ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് MSM. നമ്മളെയൊക്കെ നമ്മളാക്കിയതിന് പിന്നിൽ, നമ്മുടെയൊക്കെ വീട്ടിലെ സമാധാനത്തിന് പിന്നിൽ ഈ ഒരു ചാലക ശക്തിയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഓർത്തു നോക്കുക. കാഴ്ചപ്പാടുകൾ 2 തരത്തിലുണ്ട്. മനുഷ്യനെ സംബന്ധിച്ച് ഭൗതികപരമായ കാഴ്ചപ്പാടിൽ ഞാനും നിങ്ങളും ആരാണ്? ഒരു 9 ദ്വാരമുള്ള ഒരു PVC പൈപ്പ് പോലെ, അത്രേ ഉള്ളൂ. അതിൽ വികാരങ്ങൾക്ക് സ്ഥാനമില്ല, അതിൽ സ്നേഹത്തിന് സ്ഥാനമില്ല. ഒരു പശുവിനെ പോലെ, ഒരാടിനെ പോലെ കാട്ടിൽ അലഞ്ഞു തിരിയേണ്ടവനായിരുന്നു. എന്തോ യാദൃച്ഛികമായി ഒരു കുരങ്ങിൻ്റെ ഒരു വാലറ്റത് കൊണ്ട് മാത്രം ഈ ഒരു ഓഡിറ്റോറിയത്തിൽ എത്തിയവരല്ല നമ്മൾ. നമ്മുടെ തലച്ചോറ് സൃഷ്ടാവ് തലച്ചോറായി തന്നെ ലോകത്ത് സൃഷ്ടിച്ചതുകൊണ്ടാണ്. നമ്മളുടെ കാഴ്ചപ്പാട്, 2ാമത്തെ കാഴ്ചപ്പാടിലാണ് MSM നമ്മളെ ഖുർആനിലേക്ക് ക്ഷണിക്കുന്നത്. ആത്മീയമായ കാഴ്ചപ്പാടാണ്. പശുവിനെ ഇയാൻ വിൽമുട്ടും അതുപോലെ തന്നെ മറ്റുള്ള ശാസ്ത്രകാരന്മാരും ക്ലോണിങ്ങിലൂടെ ഉണ്ടാക്കുമ്പോൾ മനുഷ്യർക്കിടയിൽ ക്ലോണിംഗ് പാടില്ല എന്ന് പറയുന്നത് ആത്മീയ ധാർമ്മിക ചിന്തയാണ്. ഒരു ഡോക്ടർ രോഗിയെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് രോഗി ബോധമൊക്കെ തെളിഞ്ഞ് രോഗി ചോദിച്ചു ഡോക്ടറോട്, സാറേ നിങ്ങളെൻ്റെ ഹൃദയമൊക്കെ പിളർത്തിയില്ലേ? പിളർത്തി. എന്നിട്ട് 8 മക്കളുള്ളൊരു ഉപ്പയാണ് ഞാൻ നല്ല സ്നേഹമുള്ള മനുഷ്യനാണ്. അതാ സ്നേഹം കണ്ടോ? കണ്ടില്ല. ഞാൻ വല്ലാതെ ദേഷ്യപ്പെടും. നിങ്ങളത് കണ്ടോ? കണ്ടില്ല. അതിലെന്താണ് കണ്ടത്? കുറേ കുഴലുകളും പൈപ്പും രക്തവും അറയുമൊക്കെ കണ്ടു. ചെറുതാണോ വലുതാണോ?
ഡോക്ടർ പറഞ്ഞു ചെറുതാണ്. ആ ചെറിയ അറക്കുള്ളിൽ ഇത്രയും വിശാലമായ സ്നേഹം വെക്കാൻ കഴിയാത്തത് കൊണ്ട് ദൈവം അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടാവില്ല, വേറെ എവിടെയെങ്കിലും ആയിരിക്കും വെച്ചത് എന്ന് ഡോക്ടർ മറുപടി നൽകി. ഓർക്കുക, ആ വൈകാരികതയും സ്നേഹവും ഒക്കെയാണ് നമ്മളെ നാളേക്ക് വേണ്ടി വളർത്തിക്കൊണ്ടിരിക്കുന്നത്. കുടുംബ ബന്ധത്തിൻ്റെ പ്രാധാന്യം, സൗഹൃദ ബന്ധത്തിൻ്റെ പ്രാധാന്യം, മാതാപിതാക്കളോടുള്ള നമ്മളുടെ കാഴ്ചപ്പാട്, ഇതാണ് നമ്മൾ ഈ കുറഞ്ഞ സമയം കൊണ്ട് മനസ്സിലാക്കുന്നത്. എന്തിന് ബന്ധം? ബന്ധങ്ങൾ ബന്ധനങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പരീക്ഷ എഴുതുമ്പോൾ ഞാൻ വിചാരിക്കുന്നു എൻ്റെ ഹാൾ ടിക്കറ്റും എൻ്റെ പരീക്ഷയും മാത്രമാണ് യാഥാർത്ഥ്യം എന്ന് ഞാൻ മനസ്സിലാക്കുമ്പോൾ രാവിലെ ഹാൾ ടിക്കറ്റ് തിരയുമ്പോൾ അത് കാണാത്തത് കൊണ്ട് ഉമ്മയെ ചീത്ത പറയുന്നു, വെറുക്കുന്നു. പരീക്ഷ കഴിഞ്ഞ് ഉറക്കം തീരാത്തത് കൊണ്ട് അതിൻ്റെ ക്ഷീണം മാറ്റാൻ വീട്ടിലെത്തിയപ്പോൾ പരീക്ഷ എങ്ങനെയുണ്ട് മോനെ എന്ന് ചോദിച്ച ഉമ്മയോട് ഉപ്പയോട് കയർക്കുന്നു. ഞാൻ ആ ദിവസം അറിയുന്നത് എൻ്റെ ഹാൾ ടിക്കറ്റും എൻ്റെ പരീക്ഷയും മാത്രമാണ് ഈ ലോകത്തിൽ യാഥാർത്ഥ്യമായി ഉള്ളത് എന്ന്. ആ ഉമ്മ ഉപ്പ വീണ്ടും ചോദിക്കുന്നത് മോനെ പരീക്ഷ എന്തായി എന്നാണ്. ആ ചോദ്യം നമ്മളുടെ ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു ഉമ്മ നമ്മൾക്ക് ജന്മം നൽകാൻ വേണ്ടി മരണവേദനയുടെ പകുതി സഹിച്ച ഉമ്മയാണ്. നമുക്ക് ജന്മം നൽകാൻ വേണ്ടി ഒരു ജന്മത്തിന് പകുതി മരണത്തിൻ്റെ വേദന സഹിച്ചു. എന്തിന്? സഹോദരങ്ങളെ ഓർക്കുക, ഈ ലോകത്ത് ഏതൊക്കെ ബന്ധങ്ങൾ അറ്റുപോയാലും അവസാനമായി അവശേഷിക്കുന്ന ബന്ധം പൊക്കിൽക്കൊടിയുടെ ബന്ധമാണ്. നമ്മൾ മറക്കുന്ന, നമുക്ക് ഓർക്കാൻ കഴിയാത്ത. ഖുർആൻ അതിനെ കാണുന്നത് വ്യക്തിബന്ധവും കുടുംബ ബന്ധവും അതുപോലെ മാതാപിതാക്കളോടുള്ള ബാധ്യതയും. നമ്മളൊരു കുടുംബമാണ്. കൂടുമ്പോൾ ഇമ്പം, അതാണ് കുടുംബം. എന്തൊരു സന്തോഷം. നേരത്തെ അനൗൺസ് ചെയ്യുന്നത് കേട്ടു, മാവിൻ്റെ ചുവട്ടിൽ ഇരിക്കുന്നവർ കൂടി ഓഡിറ്റോറിയത്തിലേക്ക് വന്നിരിക്കേണ്ടതാണ് എന്ന്. കാരണം മാവിൻ്റെ ചുവട്ടിലിരിക്കുന്ന ആളുകളെ ഞാനിങ്ങനെ അവിടെ ആ പന്തലിൻ്റെ ഓരത്ത് നിന്ന് ഇങ്ങനെ വീക്ഷിക്കുകയാണ്. ഓരോരുത്തർ കൈ കൊടുത്തിരിക്കുകയാണ്. എന്തായിരുന്നു എൻ്റെ കഴിഞ്ഞ 9 മാസം? ഇനി ഞാൻ ആകേണ്ടത് എത്ര വിദൂരത്തേക്ക് പോകണം? അല്ലാതെ ആരും മാവിൻ്റെ തണുപ്പ് കൊണ്ട് അവിടെ ഇരുന്നതല്ല, ചിന്തിച്ചിരിക്കുകയാണ്. നമ്മളുടെ യാത്രയുടെ ഇതുവരെ വന്നതും ഇനി പോകേണ്ടതുമായ അകലത്തെ ഓരോ വിദ്യാർത്ഥിയും ഉള്ളിൽ എടുത്തു കണക്ക് കൂട്ടുകയാണ്. നമ്മളുടെ ബന്ധങ്ങൾ ഉണ്ടാകണം. പ്രിയപ്പെട്ടവരെ, MBBS-നും എഞ്ചിനീയറിങ്ങിനും MBA-ക്കും BBA-ക്കും B.Ed-നും ഒക്കെ പഠിക്കുന്ന കുട്ടികളാണ് ഞാനും നിങ്ങളും. നമ്മളിവിടെ എത്താൻ ഒരുപാട് ആളുകളുടെ പ്രാർത്ഥനയുണ്ട്. നിങ്ങൾ ഈ വിവരം പറയാൻ വല്യമ്മയുടെ അടുക്കൽ പോയിട്ടില്ലേ? വല്യമ്മ, എനിക്ക് MBBS-ന് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. തലയിൽ കൈവച്ചുകൊണ്ട് ഉമ്മ പറഞ്ഞു, മോനെ ഞാൻ ഇത്രയും കാലം പ്രാർത്ഥിച്ചത് അതിന് ഫലം കണ്ടെത്തിയിരിക്കുന്നത്. നമ്മൾ ആ ഉമ്മക്ക് MBBS കഴിഞ്ഞിട്ട് മരുന്ന് കുറിച്ചു കൊടുക്കാൻ ചിലപ്പോൾ അകലമോ കാലമോ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷേ ഞങ്ങളുടെ കുടുംബത്തിലുള്ള കുട്ടി പഠിക്കുന്നു എന്ന വാക്ക് കേൾക്കാൻ, അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ, അതുകൊണ്ട് തന്നെ ബന്ധങ്ങൾ ചേർക്കുന്ന വിദ്യാർത്ഥികളാകണം. നമ്മളുടെ കിട്ടുന്ന അവസരങ്ങൾ, ഏപ്രിൽ മെയ് എക്സാമിനേഷനൊക്കെ കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ഉമ്മയുടെ കുടുംബ ബന്ധങ്ങൾ അവിടെ കയറിച്ചെല്ലാൻ, നമ്മളൊക്കെ നമ്മളുടെ ഒരു ടീഷർട്ട് ഇട്ട് കയറി ചെല്ലുമ്പോൾ നമ്മളോട് ചോദിക്കൂ, ആരാ? ഞാനിങ്ങനെ ഇവിടെ ഇന്നയാളുടെ കുടുംബത്തിലെ മോനാണ്. നീയൊന്നും ഇവിടെ വരൂല എന്ന് ഞങ്ങളിവിടെ കലണ്ടറിൽ എഴുതി വെച്ചിരുന്നു. എന്താ അങ്ങനെ വരാൻ? ഒന്നുമില്ല, നിങ്ങളൊക്കെ വലിയ ആൾക്കാരല്ലേ. ഇക്കാ, അങ്ങനെ പറയാൻ പാടുണ്ടോ? നിങ്ങൾ ഞങ്ങളുടെ ഉപ്പയുടെ അനുജനല്ലേ? അല്ലേ? നമ്മൾ ഒരു പാത്രത്തിൽ കഞ്ഞി കുടിച്ചാൽ ആ പാത്രം കഴുകിയിട്ടാണ് മറ്റൊരാൾ അതിൽ കഞ്ഞി കുടിക്കുക. പക്ഷേ വളർന്ന ആ പാത്രം കഴുകാതെ വീണ്ടും നിങ്ങൾ അതിൽ വളർന്ന ആ ബന്ധമല്ലേ ഇതൊക്കെ? ഗർഭപാത്രം പിന്നീട് കഴുകിയിട്ടല്ല അതിൽ മറ്റൊരു കുഞ്ഞുണ്ടാകുന്നത്. അകലാൻ ഒരുപാട് കാരണങ്ങൾ തെരഞ്ഞു നടക്കുമ്പോൾ അടുക്കാനുള്ള യഥാർത്ഥ ബന്ധത്തെ
അന്വേഷിച്ചുകൊണ്ട് നടക്കുന്ന പ്രിയപ്പെട്ട എന്റെ കൂട്ടുകാരെ, അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു വതുഖത്തിഉ അർഹാമക്കും ഉലൈക അല്ലദീന ലഅനഹുമുല്ലാഹു ഫഅസ്സമ്മഹും വഅഅമാ അബ്സ്വാറഹും. ബന്ധങ്ങൾ കണ്ണ് കാണാതിരിക്കുന്നവർ, കുടുംബത്തിലുള്ള ഒരാളെ കണ്ടു, നീ ആരാ? ഞാൻ നിങ്ങളുടെ മോൻ്റെ ജ്യേഷ്ഠൻ്റെ അവിടുത്തെ ബന്ധുവാണ്. എന്തിനാ പഠിക്കണേ? ഞാൻ പഠിക്കണം. എന്താ പഠിച്ചിട്ട് എന്ന് ചോദിക്കാനല്ല, വിദ്യാഭ്യാസ രംഗത്ത് കുടുംബബോധവും ബോധവും നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആരെ കണ്ടാലും പഠിക്കൂ, പഠിക്കൂ, പഠിച്ചു വലുതാവൂ. എന്തറിയണം, എന്താണ് അറിയേണ്ടത്, എവിടെയാണ് എത്തേണ്ടത്, ഏതാണ് കോഴ്സ്? ബഹുമാന്യനായ ഒരു സാഹിത്യകാരൻ, അയാൾ ഇപ്പോൾ ഹയർ സെക്കൻഡറിയിലെ അധ്യാപകനാണ്. അദ്ദേഹം ഒരു മാവിന്റെ ചുവട്ടിൽ ഒരു കണ്ണിമാങ്ങയും തിന്നിരിക്കുമ്പോൾ അതിലൊരു ഗുരുനാഥൻ നടന്നു പോകുന്നു. ഗുരുനാഥൻ കണ്ടപ്പോൾ ചോദിച്ചു, എന്താ ഒരു വിഷമിച്ചിരിക്കുന്നത്? എനിക്ക് അലീഗറിൽ പോകണം. ഇനിയും മരത്തിൻ്റെ ഒട്ട് കുത്തുന്നുണ്ട്, എന്താ കാര്യം? എനിക്ക് അലീഗറിൽ പോകണം, അതിന് ഉപ്പയുടെ അടുക്കൽ പണമില്ല. ആ ഗുരു ഒരു സമ്പന്നനെ കണ്ടു, എന്നിട്ട് അലീഗറിലേക്ക് പറഞ്ഞയച്ചു, പഠിപ്പിച്ചു. PG കഴിഞ്ഞു, നെറ്റ് കിട്ടി. ഇപ്പോൾ അയാൾ ഹയർ സെക്കൻഡറിയിൽ ഒരു സീനിയർ, വളരെ സീനിയറായ ഒരു അധ്യാപകനായി. ഇപ്പോഴും ഏത് വേദിയിലും അയാൾ കയറിയാൽ മരത്തിന്റെ ചുവട്ടിലിരിക്കെ അയാളെ കണ്ടപ്പോൾ എന്താണ് ഇരിക്കുന്നത് എന്ന് ചോദിച്ച ആ അകന്ന ബന്ധത്തിലെ അടുത്ത ഗുരുനാഥനെയാണ് ഓർക്കുന്നത്. നമ്മുടെയൊക്കെ കുടുംബങ്ങളിലെ കുഞ്ഞുങ്ങൾക്ക് നമ്മളെയൊക്കെ ഓർക്കണം. ഞാൻ പഠിച്ചു വളർന്നു വലുതായത് 4ാം വർഷം എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്ന എൻ്റെ ഇക്കയുടെ മോൻ കണ്ടപ്പോൾ ചോദിച്ചു, മോനെ പഠിക്കണില്ല, എന്തേ പഠനം നിർത്തി എന്ന് ചോദിച്ചു. ആ ബന്ധങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. നമ്മൾ അതിനു വേണ്ടി എന്നും പരീക്ഷ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി ഇപ്പം നമ്മൾ ഒഴിവെന്ന് നോക്കിയിട്ടല്ല പരീക്ഷ വെക്കുക. എന്നാലും കുറച്ചൊക്കെ ഒഴിവ്, എക്സാമിനേഷനാണെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് വീഗാലാൻഡിൽ വെള്ളത്തിൽ ചാടുന്നത് TV-യിലൂടെ ലൈവായിട്ട് വാപ്പ കണ്ടിട്ട് അവൻ്റെ പരീക്ഷ എവിടെയാണെന്ന് അന്വേഷിച്ച സംഭവം ഒരു രക്ഷിതാവ് ഒരിക്കൽ പറഞ്ഞു. അവിടെ പാട്ട് കാണാൻ പോയതാ. 5 മണിക്ക് ചെന്നപ്പോൾ ഒരു TV-ൻ്റെ ചാനലുകാർ വന്നപ്പോൾ അതിൻ്റെ മുമ്പിൽ പാട്ടിടുക. പോരേന്ന് പോയത് എക്സാമിനേഷനാണ്. നോക്കൂ നിങ്ങൾ, അങ്ങനെ ആരും ചതിക്കാറില്ല, ഒരാളും മുപ്പയെ അത്തരത്തിൽ വഞ്ചിക്കാറില്ല. പക്ഷേ എങ്ങോ അകലെയോ ഹൃദയത്തിലെ സ്നേഹം എവിടെയോ നഷ്ടപ്പെട്ടു പോയപ്പോൾ ഒരു ആർത്തിയുടെ അർത്ഥനക്കിടയിൽ വന്ന ഒരു ചെറിയൊരു തകരാറാണ്. കൊടുക്കണം. എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ബന്ധുക്കൾക്ക് കൊടുക്കാനുള്ള അവകാശങ്ങളെ കൊടുക്കണം എന്ന് പഠിപ്പിച്ചു. വിശുദ്ധമാണത്. അള്ളാഹുവിന്റെ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു, അള്ളാഹുവിന്റെ ഗ്രന്ഥം നമ്മളെ പഠിപ്പിച്ചു. ബന്ധുക്കൾക്ക് കൊടുക്കാനുള്ളത് കൊടുക്കണം. എന്താ നിങ്ങളുടെ അടുത്തുള്ളത് കൊടുക്കാൻ? എന്താ കൊടുക്കാനുള്ളത്? എൻ്റെ നിങ്ങളെ അടുത്ത് എന്താ കൊടുക്കാനുള്ളത്? കാണുമ്പോൾ ഉപദേശം കൊടുക്കുക, തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യണം. കുടുംബത്തിൽ ആരാധന ചെയ്യാത്ത കുറേ കൂട്ടുകാരില്ലേ? നമ്മളൊക്കെ തുടങ്ങിയതുപോലെ അവനും തുടങ്ങണ്ടേ? അവനെയും അടുത്ത വർഷം നമുക്ക് ഇത്തരത്തിലുള്ള ക്യാമ്പിലേക്ക് ക്ഷണിക്കണ്ടേ? ഒരു മാറ്റത്തിന് കാരണമാകണ്ടേ? ആ പ്രിയപ്പെട്ട മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ പൊന്നുമ്മ പറഞ്ഞ കഥ കേട്ടില്ലേ? ഒരു ഉപദേശം തരാനുണ്ട്, ആ കൂട്ടത്തിൽ കൂടരുത് എന്ന്. ആ കൂട്ടത്തിൽ കൂടണം എന്ന് ഉപദേശം കൊടുക്കേണ്ടവരാണ് ഞാനും നിങ്ങളും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ ലോകത്തേക്ക് നിയോഗിച്ച് അയച്ചത് എന്തിനാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അതായിരുന്നു. കാരണം എന്നെ ഈ ലോകത്തേക്ക് നിയോഗിച്ചയച്ചത് കുടുംബ ബന്ധം ചേർക്കണം എന്ന് പറയാനാണ്, അത് പഠിപ്പിക്കാനാണ്. അതുകൊണ്ട് ഈ ഇരിക്കുന്ന നിങ്ങൾക്കും ഈ നിൽക്കുന്ന എനിക്കും നമ്മളുടെ രക്തബന്ധവും കുടുംബ ബന്ധവും ബാധ്യതയും നമ്മളാരും മറക്കാൻ പാടില്ല. ചില വീട്ടിൽ അങ്ങനെയാണ്, വാപ്പ മാഷ്, മകൻ എഞ്ചിനീയർ, ഉമ്മ ചിലപ്പോൾ വിദ്യാഭ്യാസമൊന്നും നേടിയിട്ടുണ്ടാവില്ല, അല്ലേ? ആ ഉമ്മയോടുമുണ്ട് വിദ്യാഭ്യാസത്തിന്റെ രംഗത്ത് അഹങ്കരിക്കുന്ന ഒരാളും ഈ സദസ്സിൽ ഉണ്ടാകാൻ അല്ലേ? മകൾ BA ഇംഗ്ലീഷ് മലയാളം പഠിക്കുകയായിരുന്നു. പഠനത്തിനിടയിൽ പുറത്ത് നെല്ലി ചെക്കിയിട്ടിരുന്നു. അപ്പോൾ മോൾ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ കുക്കുടം ധാന്യം ഭുജിക്കുന്നു എന്ന്. കുറേ കഴിഞ്ഞപ്പോൾ ഉമ്മ വന്ന് നോക്കി,
ഉമ്മക്ക് മനസ്സിലായില്ല. ഉമ്മ പറഞ്ഞു, മോളെ ഇന്ന് ഉച്ചക്ക് ചോറില്ല. അത് നാടൻ ഭാഷയിലായിരുന്നു, പക്ഷെ അത് മനസ്സിലായി. ആദ്യം പറഞ്ഞത് അങ്ങോട്ട് മനസ്സിലായില്ലെങ്കിലും രണ്ടാമത് ഉമ്മ അങ്ങോട്ട് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. നമ്മുടെ വിദ്യാഭ്യാസം നമ്മുടെ കുടുംബത്തിന് താങ്ങും തണലുമാകണം. ഉയരും തോറും വളരും തോറും കനമേറും തോറും കുല താഴ്ന്നിടണം എന്നാണ് നമ്മുടെ കുഞ്ഞു കവി കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചത്. കനമേറും തോറും കുല താഴ്ന്നു വരാറാണ് പതിവ്. നമ്മളുടെ വിദ്യാഭ്യാസം കുടുംബത്തിൽ കയറി വരുമ്പോൾ ആരാണാ വരുന്നത്? അവൻ 4 ഡോക്ടറാണോ? അല്ല, അവൻ 2ാം വർഷം ആയിട്ടുള്ളൂ. അല്ല, അവൻ്റെ വരവ് കണ്ടപ്പോൾ തോന്നിയതാണ്. അല്ല, അവൻ ഒരാളാണ്. നടന്നു വരുന്നത് ആരാണ്? ഇപ്പോൾ അടുത്തിടെ അഡ്മിഷൻ കിട്ടിയ കുട്ടിയാണ്. അപ്പം എല്ലാവരും അവന് അള്ളാഹു ആ കോഴ്സ് പൂർത്തീകരിക്കാൻ അതിനുള്ള തൗഫീഖ് നൽകട്ടെ, പ്രാർത്ഥിക്കും. നമ്മൾ വളരും. നമ്മളുടെ എക്സാമിനേഷൻ ഹാളിൽ പോയിരുന്നിട്ടുള്ള വെപ്രാളം അള്ളാഹു നമുക്ക് മാറ്റിത്തരും. എന്തിന്? കുടുംബ ബന്ധത്തിന്റെ സാക്ഷിത്വത്തിന് റബ്ബ് നമുക്ക് നൽകുന്ന സ്ഥാനവും അതിൻ്റെ പരിഗണനയുമാണ് എന്ന് പ്രത്യേകമായി മനസ്സിലാക്കുക. ദീനും കുടുംബവും ഉണ്ടാകണം. നമുക്ക് സലാം കൊണ്ട് പുതുക്കാൻ അങ്ങനെയുണ്ട്. എളാപ്പയെ അങ്ങാടിയിൽ വെച്ച് കാണുന്നു. കുടുംബ ബന്ധത്തിൽ ഞാനും നിങ്ങളും വളരെ ഉയർന്നവരാണ് എന്ന് പറയുന്നത് വളരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഞാനും നിങ്ങളും, അല്ലേ? നമ്മളോട് ഒരാൾ ചോദിക്കുകയാണ്, ഒരു കടല കച്ചവടക്കാരുണ്ട്, നിങ്ങൾ ആരാണ്? എൻ്റെ ആരുമല്ല. ആരാന്നും കൂടെ പറയണ്ട. ഒരു സീനിയർ ഡോക്ടർ ഉണ്ട്, നിങ്ങൾ ആരാ? അത് എളാപ്പാൻ്റെ മുത്താപ്പാൻ്റെ എന്നെയാളെ അനുജൻ്റെ എന്താണ്, അയാളെ പേര് വേലായുധനാണല്ലോ. എന്നാ പിന്നെന്തോ ആയിപ്പോയതായിരിക്കും. അങ്ങനെയല്ല. ഒരു ഒഴിഞ്ഞ പറമ്പിൽ ഒരു പശുവിനെ മേക്കുന്ന കുടുംബത്തിൽ ഒരു കുട്ടിയെ കണ്ടാൽ അതെൻ്റെ കുടുംബമാണെന്ന് പറയാൻ തോന്നണം. വാപ്പയോടൊരു കുട്ടി പറഞ്ഞു, ഉപ്പ നിങ്ങൾ PTA മീറ്റിങ്ങിന് വരണ്ട, നിങ്ങൾ ഇക്കാക്കാനെ പറഞ്ഞയച്ചാൽ മതി. ഇക്കാക്ക വന്നതിന് ശേഷം 4 മണിക്ക് ഉപ്പ വന്നു. ഉപ്പ വന്നപ്പോൾ ഉപ്പ അല്പം മുതുക് വളഞ്ഞ ഒരാളായിരുന്നു. അയാൾ ഹോട്ടലിൽ പൊറാട്ട ചുടുകയാണ്. പക്ഷേ മകൻ മുഹമ്മദിന് തോന്നി, എൻ്റെ ഉപ്പ സ്കൂളിലേക്ക് വന്നാൽ അത് എനിക്കൊരു മോശമാണെന്ന്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഹോട്ടലിൽ വെയിൽ ചൂടുകൊണ്ട് തീക്കണലേറ്റ് പൊറാട്ട ചുട്ട് പോറ്റുന്ന പിതാവിൻ്റെ മുതുകിൽ ഒരു വളവ് റബ്ബ് കൊടുത്തത് മക്കളായ നമുക്ക് നരകം കിട്ടാനല്ല, സ്വർഗം കിട്ടാൻ വേണ്ടിയാണ്. അതുകൊണ്ട് നമ്മളുടെ ബന്ധങ്ങളിൽ ഒരിക്കലും മറ്റെന്തെങ്കിലും തരത്തിലുള്ള സ്വാധീനതകൾ നമുക്ക് വരാൻ പാടില്ല. ഇസ്ലാമികമായ ധർമ്മം നമ്മളുടെ മാതാപിതാക്കളിലേക്ക് എങ്ങനെ നീങ്ങണം എന്ന് അള്ളാഹുവിൻ്റെ ഖുർആനും റസൂലിൻ്റെ ഹദീസും വെച്ച് നമ്മളൊന്ന് പഠിക്കാൻ കുറച്ച് സമയം വിനിയോഗിക്കുകയാണ്. ഒന്ന് പരിഗണിക്കണം. വലിയ പരിഗണനയൊന്നും വേണ്ട. ട്രെയിനിൽ കയറുമ്പോൾ പലപ്പോഴും ട്രെയിൻ യാത്രയാണ് പലപ്പോഴും ഉണ്ടാവാറ്. നമ്മുടെ സമൂഹത്തിലെ കുട്ടികൾ അങ്ങനെയാണല്ലോ നമ്മൾ പറയുന്നത്, നമ്മളാണല്ലോ നന്നാവുന്നത്. ട്രെയിനിൽ കയറുമ്പോൾ കയറി ഉപ്പ നമ്മളെ ട്രെയിനിലേക്ക് ഇങ്ങോട്ടാക്കി, പിന്നെ വാപ്പ എങ്ങനെ തിരഞ്ഞാലും നമ്മൾ ആ ട്രെയിനിൻ്റെ കമ്പാർട്ട്മെൻറ്റ് നമ്മളെ കാണൂല. വാപ്പ അതിലെ ജനൽ കൂടെ വന്നുകൊണ്ട് പുറത്ത് നോക്കുന്നുണ്ടാവും, പുറത്തെ വെന്റിലേറ്ററിൽ നോക്കണം, നമ്മളെ കാണൂല. നമ്മൾ ഏതെങ്കിലും സീറ്റിൽ ഇങ്ങോട്ട് ഇരിഞ്ഞിരിക്കുന്നുണ്ടാവും, കാരണം വാപ്പ അപ്പുറത്തുണ്ടല്ലോ. അതുകൊണ്ട് വേറെ ചിലർ കാണാം, ഉടനെ കമ്പാർട്ട്മെൻറ്റിൽ കയറി വന്ന് സീറ്റിൽ ബാഗ് വെച്ച് പുറത്തു പോയി ഉപ്പനോട് സംസാരിച്ച് മുന്നിലെ സിഗ്നൽ നോക്കി നിൽക്കുക. അതുവരെയെങ്കിലും എനിക്ക് ഫീസ് അടക്കുന്ന എൻ്റെ ഉപ്പയോട് എനിക്ക് സംസാരിക്കാമല്ലോ. അവസാനത്തെ നിമിഷവും കാത്തുനിന്ന് സിഗ്നൽ പച്ച കത്തുമ്പോൾ ഉപ്പക്ക് സലാം പറഞ്ഞു, ഉപ്പ എന്നാൽ ഞാൻ തിരുവനന്തപുരത്തേക്ക് പോട്ടെ. പാപ്പ പോകുമല്ലോ അല്ലേ, എന്നാൽ പോട്ടെ, അസ്സലാമു അലൈക്കും. അവസാനം ആ സിഗ്നൽ അങ്ങ് പോയി ഉപ്പയുടെ അടുക്കൽ നിന്ന് കമ്പാർട്ട്മെൻറ്റ് നീങ്ങി ചായയുടെയും കാപ്പിയുടെയും ഇടയിൽ അടയാളം മറയുന്നതുവരെ കൈ പൊക്കിക്കാണിച്ച് ഉള്ളിൽ വന്ന് കണ്ണു തുടക്കുന്ന കുഞ്ഞുങ്ങളെ കാണാൻ കഴിയാറുണ്ട്. അങ്ങനെയുള്ള കുട്ടികളും നമ്മുടെ കൂട്ടത്തിലൊക്കെ ഉണ്ട്. അള്ളാഹു അവർക്ക് സ്വർഗം കൊടുക്കുമാറാകട്ടെ. അങ്ങനെയല്ലേ പ്രാർത്ഥിക്കാൻ കഴിയുള്ളൂ. കാരണം അവരെ പരിഗണിക്കണം. ഇടയ്ക്കിടെ ഫോൺ വിളിക്കുമ്പോൾ ഹലോ അസ്സലാമു അലൈക്കും 1000, വാപ്പ ഇതാരാ എന്നാ ചോദിക്കുക. അങ്ങനെയല്ല, ഉപ്പ അസ്സലാമു അലൈക്കും, മോനാണ്, ഞാനിങ്ങനെ ബാംഗ്ലൂരിൽ നിന്ന് വിളിക്കുകയാണ്, സുഖം തന്നെയല്ലേ? മോനെ സുഖമല്ലടാ, 2 ദിവസമായിട്ട് സുഖമില്ല, ആശുപത്രിയിൽ പോയി, അവിടെയാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും വിളിച്ച്? ഞാൻ ഒന്നും വിളിച്ചല്ല, ഞാൻ എനിക്കെന്തോ അസുഖമുണ്ടോയെന്നറിയാൻ. ഉടനെ പാപ്പയുടെ വിശേഷം അന്വേഷിച്ച് ഫോൺ വെക്കുന്നു.
കൂട്ടുകാരനോട് പറയുന്നു, നീ ഒരു 500 തരണം, എൻ്റെ ഉപ്പ ആശുപത്രിയിലാണ്, എനിക്ക് അങ്ങോട്ട് പോകണം. അതാണ് ഈ ബന്ധത്തിൻ്റെയൊക്കെ അടിസ്ഥാനം. കാരണം സുന്നത്ത് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ജുറൈജ് റളിയല്ലാഹു അൻഹു ഉമ്മയുടെ 3 വിളി കേട്ടിട്ടും ഉത്തരം പറയാൻ പറ്റുമോ എന്നതിൻ്റെ സ്ഥിരീകരണമില്ലാത്തത് കൊണ്ട് പകച്ചു നിന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ചർച്ചയായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുന്നത്ത് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ജുറൈജ് ഉമ്മ 3 പ്രാവശ്യം വിളിച്ച ആ വിളിക്ക് അതിന്റെ പ്രാധാന്യം അത്രത്തോളം ഉണ്ടായിരുന്നുവെന്ന് അറിയാമായിരുന്നുവെങ്കിൽ മറുപടി നൽകുമായിരുന്നു എന്ന്. ഇത് ഉദ്ധരിച്ചുകൊണ്ട് മുഹദ്ദിസുകൾ രേഖപ്പെടുത്തുന്നു, ഉമ്മയുടെ വിളിക്ക് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ അതിൻ്റെ പാപത്തെക്കുറിച്ച് അതിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഓർക്കുക പ്രിയപ്പെട്ടവരെ, ഫോണ് നോക്കുമ്പോൾ ഉമ്മാൻ്റെ നമ്പറാണ്. അതിന് ഉമ്മ എന്നെ വിളിക്കണേ? നമ്മളമ്മയായിട്ട് 9 മാസവും 14 ദിവസവും പേറി നടന്ന് 2 കൊല്ലം കാലിൽ കിടത്തി പാല് തന്നും പാലും പൊടിയും കലക്കിത്തന്ന് നമ്മൾ കാഷ്ടിച്ചതും മൂത്രിച്ചതും കോരിയ ഉമ്മാക്ക് നമ്മളെ ഫോണിലേക്കൊന്ന് കോൾ ചെയ്യാൻ കഴിയില്ലെങ്കിൽ സുഹൃത്തുക്കളെ, നമ്മൾ ആരാ? പ്രിയപ്പെട്ടൻ്റെ സഹോദരിമാരെ, നമ്മൾ ആരാ? വിളിക്കണം. ഉമ്മയോടുള്ള കൗതുകത്തിൻ്റെ വാക്കുകൾ. നിങ്ങളുടെ ഫ്രണ്ട് നിങ്ങളെ ഫോണിൽ വിളിക്കുന്ന സമയത്ത് അറ്റൻഡ് ചെയ്യുമ്പോൾ എന്താടാ എന്ന് ചോദിച്ചാൽ അതിൻ്റെ പ്രതികരണം എങ്ങനെയായിരിക്കും? വെച്ചള, റെക്കോർഡല്ലേ, തരുന്നില്ല എന്ന് പറയും അല്ലേ? പക്ഷേ നമുക്കൊക്കെ എന്തൊരു വിനയമാണതിൽ. അൽഹംദുലില്ലാ, ഹൈർ. ഉപ്പ അസ്സലാമു അലൈക്കും, ഉമ്മ അസ്സലാമു അലൈക്കും. അങ്ങനെ തുടങ്ങട്ടെ. അതിനെത്ര പൾസ് റേറ്റ് നമുക്ക് നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല. പക്ഷേ ആ ബന്ധങ്ങളാണ്. ഒരു ഉപ്പയും മോനും തമ്മിൽ മിണ്ടണില്ല. ഉപ്പ ഒരിക്കൽ എന്നോട് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. ഞാൻ മോനോട് ചോദിച്ചു, ഈ എന്താ ഉപ്പനോട് മിണ്ടാത്തത്? ഞാൻ ബഹുമാനം കൊണ്ടാണ് മിണ്ടാത്തത്. അത് എന്താ വാപ്പ അങ്ങനത്തെ? ആരെടുത്തും കുറ്റമില്ല. കാരണം മകനെ സംബന്ധിച്ച് അവൻ വാപ്പയെ വലിയൊരു സ്ഥാനത്താണ് കാണുന്നത്. ഉപ്പ ആഗ്രഹിക്കുന്നത് ഉപ്പയോട് അവൻ കൂടുതൽ സംസാരിക്കണം എന്നാണ്. ചില ഉപ്പമാരങ്ങനെയാണ്. നമ്മളോട് പറയാറില്ലേ, മോനെ ഇന്നും വരണം. പാപ്പാ ഞാൻ ഇന്നിങ്ങ് വരണടോ. അങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ ഒന്നിങ്ങ് വാനെന്ന് കാണാനാണ്. അതൊക്കെ കൗതുകങ്ങളെ കൂട്ടുകാരൻ അങ്ങനെ പറയാറില്ലേ? ആ ഉപ്പക്ക് നമ്മളുടെ മുഖവും നമ്മളുടെ കണ്ണിൻ്റെ പുരികവും നമ്മളുടെ കണ്ണിൻ്റെ ആ നോട്ടവും ആ കൗതുകവും 2 വയസ്സ് 3 വയസ്സ് വരെ നോക്കി നിന്ന് കണ്ട് ആ കൗതുകം തീർന്നിട്ട് വീണ്ടും അതൊന്ന് കാണാനുള്ള കൗതുകത്തിന് പ്രതികരിക്കണ്ടേ പ്രിയപ്പെട്ടവരെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അള്ളാഹുവിന് വെറുക്കപ്പെട്ട കാര്യത്തിൽ ഒന്ന് അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ്, 2 മാതാപിതാക്കളെ നിന്ദിക്കലാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ ചൂട് വർദ്ധിക്കും, ചരൽ മഴ വർഷിക്കും, ആകാശത്ത് നിന്ന് മാലയുടെ കയററ്റാൽ മുത്തുമണികൾ താഴേക്ക് വീഴുന്നത് പോലെ പരീക്ഷണങ്ങൾ വരും. ഇതിലേറെ വലിയ സൂര്യാഘാതം ഇവനാരുണ്ടോ ഈ ലോകത്ത്? റസൂലുള്ള പറഞ്ഞു, കാരണങ്ങളുടെ കൂട്ടത്തിൽ 3ാമത്തത് അദ്നാ സ്വദീഖഹു വ അഖ്സാ അബാഹു. കൂട്ടുകാരോട് അടുക്കുകയും ഉപ്പയോട് അകലുകയും ചെയ്യുന്ന കാലമാണത്. അല്ലേ? 10 പൈസൻ്റെ കോളാക്കിച്ചത് വാപ്പാക്കാണോ അതോ കൂട്ടുകാർക്കാണോ? കൂട്ടുകാർക്കാണ്. വിളിച്ച് പറഞ്ഞ് പിന്നെയും വിളിച്ച്, പിന്നെ അങ്ങോട്ട് വിളിച്ച്, പിന്നെ അങ്ങോട്ട് വിളിച്ച്, അവസാനം ബാറ്ററി കഴിഞ്ഞ് അപ്പോഴാണ് നിർത്തുക. ഉപ്പയിട്ടുള്ളതോ? ഈ എവിടെ? ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്, ട്രെയിനർ എവിടെയാ? ഞാൻ ഇവിടെ. എവിടെയാണെന്നും കൂടെ പറയാൻ തൻ്റെ ഇടം കാണിക്കൂല. പറയണം കൂട്ടരെ, എവിടെയാ ഞങ്ങളെ മോൻ പഠിക്കണേ? എൻ്റെ മോൻ എവിടെയാ പഠിക്കണമെന്ന് അറിയില്ല. ആഴ്ചയിൽ 1000 ഉറുപ്പ്യ ഞാൻ കൊടുത്ത് ഇവിടുന്ന് ഇറക്കി വിടാറുണ്ട്. പോരാ, നിങ്ങളെ കൂട്ടുകാരനോട് ചോദിച്ചാലോ, അവൻ ഇങ്ങടുത്ത് എഞ്ചിനീയറിങ്ങിന് പഠിക്കുകയാണ്, അല്ലെങ്കിൽ BEdന് പഠിക്കുകയാണ്, ഇപ്പോൾ 8 മാസം കഴിഞ്ഞു, സെമസ്റ്റർ എക്സാമിനേഷനാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ടീച്ചിങ് പ്രാക്ടീസ് തുടങ്ങിയിട്ടുണ്ട്. എല്ലാ ഡീറ്റെയിൽസും കൂട്ടുകാരൻ്റെ അടുക്കൽ നിന്ന് കിട്ടും, വാപ്പൻ്റെ അടുത്തൊന്നും കിട്ടൂല. വാപ്പക്ക് വിദ്യാഭ്യാസമല്ല, വാപ്പാക്ക് വിദ്യാഭ്യാസം വേണ്ട. വാപ്പനോട് പറയാം, വാപ്പ ഞാൻ ഇന്ന കോളേജിലാണ്, നിങ്ങൾക്ക് അറിയോ ആ കോളേജ്? ഇല്ല, ഞാൻ കണ്ടിട്ടില്ല, കുറേ ദൂരമാണ്, എന്നാൽ നിങ്ങൾ കാണണമെന്നൊന്നുമില്ല, ഇന്ന കോളേജാണ്, അവിടെ എത്ര അധ്യാപകരുണ്ട്, ഇത്ര എന്താണ് അവിടെ കോഴ്സ് ഒക്കെ ഒന്ന് അങ്ങോട്ട് പറഞ്ഞ് വാപ്പ അതൊക്കെ കേട്ട് വാപ്പ അങ്ങാടിയിലിറങ്ങിയ ഒരാളെ കാണുമ്പോൾ നെഞ്ഞത്ത് കൈവച്ച് പറയും, ഞാൻ എൻ്റെ മോൻ എൻ്റെ അടുത്ത് അവിടെ പഠിക്കുകയാണ്, നാളെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പം ഞാൻ കോഴി വാങ്ങാൻ വേണ്ടി വന്നതാണ്, അവൻ നാളെ വരുന്നുണ്ട്. പുതിയാപ്പിള വരികയല്ല, നമ്മൾ ചെല്ലുകയാണ്. ഇതാണ് ഒരു ഉപ്പയുടെ കൗതുകം. അത് മാതാപിതാക്കളുടെ അടുക്കൽ ഈ ലോകത്ത് ഏറ്റവും അധികം പുണ്യം ലഭിക്കുന്നത് ഏതാണെന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ
അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഉപ്പയുടെ സ്നേഹം, അത് ഉമ്മൻ്റെ സ്നേഹം വേഗം കിട്ടൂലേ? ഉമ്മനോട് നിങ്ങൾ പറഞ്ഞു നോക്കി. നിങ്ങൾ ഒരു മാസമായിട്ട് നിങ്ങൾ പോയിട്ടില്ല വീട്ടിലേക്ക്, ഒരു മാസമായിട്ട് വിളിച്ചിട്ടില്ല. ഉമ്മ അസ്സലാമു അലൈക്കും, നാളെ എക്സാമിനേഷൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഉമ്മ ഉടനെ പഠിച്ചോനെ എൻ്റെ മോനെ എല്ലാ പരീക്ഷയിലും നല്ല മാർക്ക് കൊടുക്കണേ കഴിഞ്ഞ്. ഉമ്മ വേഗം പ്രാർത്ഥിക്കും. ബാപ്പനോട് പറഞ്ഞു നോക്കൂ അല്ലേ? അസ്സലാമു അലൈക്കും വലൈഹിസ്സലാം, ബാപ്പ നാളെ പരീക്ഷയാണ്, അതിന് പ്രാർത്ഥിക്കണം. ഞാൻ പ്രാർത്ഥിക്കാം. എനിക്കാ ഇതുവരെ മിണ്ടാത്ത എന്നോട് അയ്യോ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അതെന്താ? ഒരു 5000 റുപ്യ മായും പോയിട്ട് യാതൊരു അഡ്രസ്സും ഇല്ല ഇതുവരെ. എന്താക്കി? വാപ്പ എല്ലാ അക്കൗണ്ടും ക്ലോസ് ചെയ്തിട്ടേ പ്രാർത്ഥിക്കുള്ളൂ. മതി, അത് മതി. ഉപ്പ നിങ്ങളെനിക്ക് പ്രാർത്ഥിക്കണം. നമ്മുടെ ഉപ്പ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മളെ പോറ്റുന്ന, നമുക്ക് തിന്നാൻ തരുന്ന, നമുക്ക് ഈ കാര്യങ്ങളിൽ സഹകരിക്കുന്ന, നമ്മളെ കൊണ്ടുപോയി ചേർത്തിയ ആ ഉപ്പ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവരെ, യൂണിവേഴ്സിറ്റി ഫാദേഴ്സ് നെയിം എന്നൊരു കോളം തന്നിട്ടില്ലായിരുന്നുവെങ്കിൽ 5 കൊല്ലവും ചിലപ്പോൾ നമ്മളെ ഉപ്പയെ ഓർക്കില്ലായിരുന്നു ഇവിടെ, അല്ലേ? ഓർക്കണം. കാരണം പിതാവ്, മാതാവ്. ഞാൻ എൻ്റെ ഒരു അനുഭവം, ഒരു 2 മാസം മുമ്പ് കണ്ണിന് കാഴ്ചക്ക് ചെറിയൊരു പ്രയാസം വന്നു. അപ്പോൾ വാപ്പ പറഞ്ഞു എവിടെയാണ് ആശുപത്രി കാണിക്കുന്നത്. ഞാൻ എവിടെയാണെന്ന് പറഞ്ഞില്ല. പറയാതിരുന്നത് ഉപ്പ അത്രയും ദൂരം സഞ്ചരിച്ച് അവിടെ എത്തും എന്നതുകൊണ്ടാണ്. ഞാൻ തിങ്കളാഴ്ച രാവിലെ പരിശോധനയ്ക്ക് വേണ്ടി അവിടെ എത്തിയപ്പോൾ വാതിൽക്കൽ 58-60 വയസ്സായ ഉപ്പ ബൈക്കിന് വന്നവിടെ കാത്തിരിക്കുകയാണ് കോഴിക്കോട്. ഞാൻ പറഞ്ഞു ഉപ്പ നിങ്ങൾ വരണ്ട മോനെ, കണ്ണ് പരിശോധിക്കാൻ വരുമ്പോൾ കൂടെ ആളെ വരണം എന്നുള്ളത് ഈ വായിച്ചിട്ടില്ലേ? ഇവിടെ അത് എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോഴും എന്നോട് ചോദിക്കൂ ഇനി എന്നാ പോണത്. അതുപോലെ നമ്മളെ തുടർന്ന് നമ്മളെ എറണാകുളത്തായാലും ബാംഗ്ലൂരിലായാലും മൈസൂരിലായാലും നമ്മളെ നിഴലിനെ പിന്തുടർന്ന് എൻ്റെ മകൻ എവിടെയും ഒരു കുഴപ്പം സംഭവിക്കരുതെന്ന് കരുതി മാതാപിതാക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങോട്ട് പോന്നു. ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട് വാപ്പയും ഉമ്മ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടാവൂലേ നമ്മളെക്കുറിച്ചൊക്കെ. പോയിട്ടുണ്ട്. ഇനിയെങ്കിലും ഒന്ന് നേരായി വരട്ടെ, പായസമൊക്കെ ഉണ്ടായിക്കോ എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ അരിയൊക്കെ വാങ്ങിക്കൊടുത്താണ് വാപ്പ, അല്ലേ? ഉമ്മ ചോദിക്കുന്നുണ്ടാവും എന്താണ് നിലപാട്, നിങ്ങളെ അഭിപ്രായം എന്താ? പോകുന്നുണ്ടാവും. കുഴപ്പമില്ല, ശരിയാവുന്ന തോന്നണ പോയത് നല്ലൊരു ഇതിലാണ്. അപ്പോൾ ഉമ്മ അങ്ങനെ പെട്ടെന്ന് ശരിയാവുമോ? ചിലപ്പോൾ അങ്ങനെ നമ്മളെ മക്കളല്ലേ, പെട്ടെന്ന് അങ്ങോട്ട് ശരിയായാൽ. വാപ്പ ശരിയാകുമായിരിക്കും, എന്നാലും ഏതായാലും നോക്കുക അല്ലേ? നോക്കൂ, നിങ്ങൾ അമേരിക്കൻ പ്രസിഡന്റ് അടുത്ത തെരഞ്ഞെടുപ്പിൽ ജയിക്കൂലെന്നല്ല, സ്വന്തം വീട്ടിൽ കിടന്നുറക്കി വളർത്തിക്കൊണ്ടു നടന്ന മകൻ നല്ലവനാവൂലേന്ന് ആശങ്കിക്കുകയാണ്. ഉറപ്പ് കൊടുക്കി. ക്യാമ്പ് കഴിഞ്ഞിട്ട് വിളിച്ചിട്ട് ഉമ്മയോടും ഉപ്പയോടും പറയും വാപ്പ വഴി തെറ്റൂല, ഉമ്മ നിങ്ങളെ ഞങ്ങൾ മറക്കൂല, നിങ്ങളാണ് ഞങ്ങൾക്ക് ജീവിതത്തിൽ വഴി പറഞ്ഞു തരാൻ. അള്ളാന്റെ കാര്യം നേരത്തെ ഹാരിസ് ബിൻ സലിമോലി പറഞ്ഞതുപോലെ ഉപ്പയോ അള്ളാഹുവിന്റെ കാര്യം കഴിഞ്ഞാൽ അടുത്തത് മാതാപിതാക്കളുടെ കാര്യം. വഖലാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദഹുമാ ഔ കിലാഹുമാ എന്ന് തുടങ്ങുന്ന ആയത്ത്. എന്തൊരു പാഠമാണത്! അവർക്ക് താഴ്മയും സ്നേഹവും. റബ്ബി ഫീ റിളൽ വാലിദൈൻ, മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാഹുവിന്റെ തൃപ്തി. വാപ്പയോട് ചോദിക്കുക, വാപ്പ എനിക്ക് സ്വർഗം ഉണ്ടാവുക വാപ്പ? നിനക്ക് സ്വർഗം ഉണ്ടാകണ കാര്യം കുറച്ചൊരു ഉടനെ ചോദിക്കണം. ഉപ്പ എന്താ തകരാറ്? ഞാൻ ഒന്ന് വിചാരിക്കുന്നത് പോലെ ആകുന്നില്ല. എന്താ വാപ്പ? ഈ സുബൈ ഒന്നും അങ്ങനെ നേരത്തെ നിസ്കരിക്കണില്ല വാപ്പ. അങ്ങനെയാണല്ലേ? എന്നാൽ ഞാൻ സുബഹി നിസ്കരിച്ചു കൊള്ളാം. ഒരു യാത്ര പോയ സമയത്ത് പ്രായമായൊരു ഉപ്പ നിങ്ങളോടൊക്കെ ഫോൺ ചെയ്യരുതെന്ന് പറഞ്ഞതുപോലെ ഒരു സദസ്സിൽ വെച്ച്, ഒരു വിശുദ്ധമായ സ്ഥലത്ത് വെച്ച് ഫോൺ ചെയ്യരുത് എന്ന് പറഞ്ഞു. അദ്ദേഹം കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഞാൻ ഒന്ന് ഫോൺ ചെയ്യും, അതിന് അനുവാദം തരണം. അപ്പോൾ മാറി നിന്ന് അനുവാദം കൊടുത്തു. അയാൾ പറഞ്ഞു മോനെ, ഇന്നു മുതൽ നിന്റെ പണം എനിക്ക് വേണ്ട. അബുദാബിയിൽ ജോലി ചെയ്യുന്ന മകനെ വിളിച്ചിട്ട് പറയാണ് വാപ്പ പണം വേണ്ട. അപ്പൊ ഇങ്ങോട്ടെന്ത് ചോദിച്ചു നമുക്ക് കേൾക്കാനില്ല. അങ്ങോട്ട് പറഞ്ഞു എന്നാണോ നീ റബ്ബിന്റെ മുമ്പിൽ കുമ്പിടൽ നിർബന്ധമാണ് എന്ന് നിനക്ക് തോന്നുന്നത്, അന്ന് മതി നിന്റെ പണം എനിക്ക്. ഇല്ലെങ്കിൽ എന്തിനാ മോനെ ഈ പണം അയച്ചതിന്? എന്ത് ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാ? നോക്കൂ, നിങ്ങൾ ഉപ്പ ഇങ്ങോട്ട് അയച്ചു തരുന്ന പണം റബ്ബിന്റെ മുമ്പിൽ കുമ്പിടാതെ സ്വീകരിക്കുന്നുവെങ്കിൽ അള്ളാഹു നമ്മളോട് കൽപ്പിച്ച ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളെയും പണം തന്നുപ്പിമ്മയും പഠിപ്പിക്കണത്.
അതുകൊണ്ട് എന്ന പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് നിങ്ങളെയൊക്കെ പറഞ്ഞേക്കണേ. അപ്പൊ നിങ്ങളത് ഓർക്കൂലേ പ്രിയപ്പെട്ട കൂട്ടുകാരെ? വാപ്പയുടെയും ഉമ്മയുടെയും തൃപ്തി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാതാവിന്റെയും പിതാവിന്റെയും ഒക്കെ സ്നേഹത്തെ നിങ്ങൾ സൂക്ഷിക്കണം. അത് മുറിച്ചു കളയാൻ പാടില്ല. അത് നിങ്ങളുടെ ഹൃദയത്തെ വെളിച്ചത്തെ അത് കെടുത്തിക്കളയും എന്നാണ്. ഒരാൾ നബിയോട് ചോദിച്ചു, നബിയേ, എൻ്റെ സമ്പത്തിൽ വാപ്പക്കെന്തോ ഒരു കൗതുകമുള്ളതുപോലെ തോന്നുന്നു, എൻ്റെ സമ്പത്തിൽ വാപ്പക്കെന്തോ ഒരു കൗതുകമുള്ളതുപോലെ തോന്നുന്നു അല്ലേ? നമ്മളൊരു മൊബൈൽ വാങ്ങിയിട്ട് വാപ്പ ഒന്ന് ഞെക്കാനൊക്കെ ചോദിക്കൂലേ ഇടക്ക്, ഇങ്ങനെ ഇതോ ഞാൻ ഞെക്കി നോക്കട്ടെ എന്നൊക്കെ. അപ്പോൾ കൊടുക്കാൻ പേടിയാണ്. എന്താ വാപ്പ നിങ്ങൾ വിളിച്ചാൽ മതി, ഇങ്ങോട്ട് വരണോ സ്വീകരിച്ചാൽ മതി, മെമ്മറി കാർഡൊന്നും തുറക്കരുത്. എന്തേ? അത് ഞാൻ നല്ല കുട്ടിയൊക്കെയാണ്, പക്ഷെ എന്നാലും എവിടെയോ എന്നിലുള്ള തിന്മ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. നമ്മളെ വീട്ടിലെ ബാത്റൂമിൽ എന്നും പോണുണ്ട്, ആർക്കും ഇതുവരെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഒരതിഥി വന്നിട്ട് പറഞ്ഞു ഞാനൊന്ന് മൂത്രമൊഴിക്കാൻ പോട്ടെ. അതോടുകൂടി ഉമ്മയും മക്കളും ഒക്കെപ്പാടെ ബ്രഷും പിന്നെ എല്ലാം കൂടി എടുത്തിട്ട് ബാത്റൂം ഓടുകയാണ്. KSRTCയിൽ ചെന്നിട്ട് നമ്മൾ പറഞ്ഞു മണത്തിട്ട് വയ്യ, ആശുപത്രിയിൽ പോയി പറഞ്ഞു മണത്തിട്ട് വയ്യ. പക്ഷേ നമ്മുടെ അകത്തളങ്ങളിലെ ദുർഗന്ധം അതറിയാൻ കഴിയുന്നില്ല. നമ്മളുടെ മൊബൈലിനുള്ളിലെ ദുർഗന്ധം അത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. നമ്മുടെ റൂമിൽ ചെന്നപ്പോൾ ഉപ്പ പറഞ്ഞു, മോനെ ഞാൻ കണ്ണുപൊത്തിയാണ് വരുന്നത്, എന്തൊക്കെയാണ് ഒട്ടിച്ച് വെച്ചിട്ടുള്ളത്. നമ്മളുടെ റൂം അതൊരു കമ്പ്യൂട്ടർ ഉണ്ടാകണം, അവിടെ ഉണ്ടാവും, പക്ഷേ ഒരു ഖുർആൻ ഉണ്ടാവണം, ഹദീസിന്റെ ഒരു പരിഭാഷ അതിലുണ്ടാകണം, ഒരു വായന മുറിയായിരിക്കണം പഠനത്തിൻ്റെത്, ഒരു മറ്റെന്തെങ്കിലും തരത്തിലുള്ള തിന്മയുടേത് ആകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പൊ സമ്പത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞതാ, എൻ്റെ സമ്പത്തിൽ വാപ്പക്കെന്തോ ഒരു താല്പര്യമുള്ളതുപോലെ തോന്നുന്നു. റസൂലുള്ള പറഞ്ഞു, നീയും നിന്റെ പണവും എൻ്റെ വാപ്പാക്കുള്ളതാണ്. നോക്കിയങ്ങള്, നീയും നിന്റെ പണവും നിന്റെ ഉപ്പക്കുള്ളതാണ്. നമ്മളെ റൂം കയറാൻ വാപ്പാക്ക് നമ്മളോട് ചോദിക്കണ്ട അല്ലേ? വാപ്പയാണ് നമുക്ക് റൂം തന്നത്, അലോട്ട് ചെയ്തെന്ന്. 4 ഇടക്ക് വാപ്പ വിളിച്ചിട്ട് പറയും, എൻ്റെ റേഷൻ കാർഡ് കാണാനല്ല, ഞാൻ എൻ്റെ റൂം കയറുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് അനുവാദമൊക്കെ വാങ്ങി സാങ്ഷനാക്കി ഡൽഹിയിൽ നിന്ന് ഉത്തരവൊക്കെ വന്നിട്ടേ നമ്മളെ റൂമിൽ കയറാൻ പറ്റുള്ളൂ. അഥവാ ഉമ്മ ആ റൂമിലൊന്ന് കയറിയാൽ ആ ഉമ്മ ആ ദിവസം ഒറ്റപ്പെട്ടു പോകും വീട്ടിൽ. നിങ്ങളെന്തിനാടെ കയറി? എന്നോട് ആരോടെ കയറാൻ പറഞ്ഞു? എന്തിനാ എന്നോടെ പോയത്? ആരോടാ ഈ പറയുന്നത്? അല്ലേ, ആരോടും അല്ല, ആരുടെ റൂമിൽ കയറി അല്ലേ? ഒരു കള്ളൻ കയറിയതിനേക്കാൾ ഭീതിയാണ് നമ്മളുടെ ഉമ്മ റൂമിൽ കയറിയാൽ. ഇതൊക്കെ അന്യതയാണ് സുഹൃത്തുക്കളെ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, മാതാപിതാക്കളുടെ സ്നേഹം, മാതാപിതാക്കളുടെ ഇഷ്ടം അത് നമ്മൾ നേടിയെടുക്കുക. അത് ആ ഉമ്മയോട് സംസാരിക്കുക, ഉമ്മയോട് കയർക്കാതിരിക്കുക. രാവിലെ എങ്ങനെയായാലും ഞായറാഴ്ച വൈകുന്നേരം ഇങ്ങോട്ടിറങ്ങുമ്പോൾ മുഖം തുറപ്പിച്ചാണ് പലരും ഇറങ്ങുക, പുഞ്ചിരിച്ചു കൊണ്ടിറങ്ങുക. സലാം പറഞ്ഞു, ഉപ്പ എന്നാ ഇറങ്ങട്ടെ, അസ്സലാമു അലൈക്കും അല്ലേ? എൻ്റെ കുട്ടികൾ സ്കൂളിൽ പോയി ഒരു മിഠായി വാങ്ങിക്കൊടുന്നിട്ട് ഒരു ചെറിയ ഒരു കാർഡ് കാണിച്ചിട്ട് എന്നോട് ചോദിച്ചു ഇതെന്താണ്. ഞാൻ പറഞ്ഞൊരു ഫോട്ടോ. അപ്പോൾ അതിൽ ഒരു തല പിടിച്ച് വിരിച്ചാൽ ബാപ്പി, ഒരു തല ഇങ്ങോട്ട് തിരിച്ചു പിടിച്ചാൽ മമ്മിയാണ്, ഡാഡി മമ്മിയാണെന്ന് അല്ലേ? ബാപ്പയും ഉമ്മയും വീട്ടിലില്ലാതിരിക്കുന്നതാണെന്ന് പാട്ടിൻ്റെ കൗതുകം. ഓർത്തു നോക്കൂ നിങ്ങൾ. ബാപ്പയും ഉമ്മയും വീട്ടിലുണ്ടായ കൗതുകങ്ങളായിരുന്നു കുട്ടികൾക്ക്. അപ്പം ഇതൊരു ചെറിയ ഫോട്ടോ, ഒരു മിഠായി ഫോട്ടോ ആണ്. ഒരു ഉപ്പയും ഉമ്മയും നാണയത്തിൻ്റെ 2 പുറമല്ല, ഒരു പുറം തന്നെയാണ്. അത് മനസ്സിലാക്കുക. ഇന്ന് തന്നെ വാക്കുകൾ തന്നെയാണ്. ഉമ്മ നല്ലതല്ലേ, സുഖമല്ലേ, അസുഖം എന്തെങ്കിലും ഉണ്ടോ? നമ്മളുടെ ഉപ്പയുടെ കടബാധ്യത അറിയണം. എൻ്റെ ക്ലാസ്സിൽ ഉണ്ടായിരുന്ന 8B ക്ലാസ്സിൽ പഠിക്കുന്ന ഫസിൽ എന്ന് പറയുന്ന കുട്ടി, പേര് മാറിപ്പോയോന്നറിയില്ല, 6 കൊല്ലം മുമ്പാണ്. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക, കമ്പ്യൂട്ടറിൻ്റെ ഫീസ് 25 രൂപ കൊണ്ടുവരണം. എന്നാൽ എല്ലാവരും ഇരിക്കി. ഫസിൽ മാത്രം ഇരുന്നില്ല. ഇരിക്കൂല സാർ. എന്തേ മോനെ ഇരിക്കാത്തത്? 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, 13 വയസ്സ് പ്രായം ഉള്ളൂ, ഇരിക്കുന്നില്ല. ഇരിക്കൂ മോനെ. ഇരിക്കില്ല സാർ, എനിക്ക് പൈസ കൊണ്ടുവരാൻ കഴിയില്ല. എന്തേ? എൻ്റെ വാപ്പ രോഗിയായി കടത്തിലാണ് സാർ. മോനെ ഇരിക്ക്. ഇല്ല, ഞാൻ ഇരിക്കൂല. എൻ്റെ വാപ്പ രോഗം പിടിച്ച് ഒരു യതീംഖാനയുടെ റിസീവറായിരുന്നു, വാപ്പക്ക് പോകാൻ കഴിയുന്നില്ല, കടത്തിലാണ്, അതുകൊണ്ട് ഇരിക്കില്ല. ഇരിക്കൂല. ഞാനത് അടക്കണ്ട നിങ്ങൾ പറഞ്ഞാലേ ഞാൻ ഇരിക്കുള്ളൂ.
ഒരു 13 വയസ്സുകാരൻ്റെ ഉപ്പയുടെ കടത്തെക്കുറിച്ചുള്ള ബോധമാണ്. നമ്മുടെ ഉപ്പയും ഉമ്മയുമൊക്കെ കടത്തിലും പ്രയാസത്തിലും രോഗത്തിലും പ്രഷറും ഷുഗറും അറ്റാക്കുമായിട്ട് ഉപ്പ എന്താണ് നിങ്ങൾ ഈ കുടിക്കുന്നത് ഓരോ നേരം കവറിൽ നിന്നെടുത്ത് എന്ന് പോലും ചോദിക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല. ഉപ്പയോട് ചോദിക്കും, ഉപ്പ നിങ്ങളെന്താ ഗുളിക കുടിക്കുക? എന്തിൻ്റെ ഗുളിക ഇത്? മോനെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായതായിരുന്നു. ഞാൻ ബാംഗ്ലൂരിലായപ്പോഴായിരുന്നു. നിങ്ങൾ എന്നെ അറിയിച്ചില്ലല്ലേ? മോൻ്റെ പരീക്ഷ ബുദ്ധിമുട്ടാകണ്ട എന്ന് കരുതി അറിയിച്ചില്ല. എന്നാ ഉപ്പക്ക് ഞാൻ വെള്ളം കൊണ്ടുവന്ന് തരാം. അങ്ങനെ നാളെ ഏതെങ്കിലും ഒരു ആക്സിഡന്റിൽ ഞാനും നിങ്ങളും മരിക്കുമ്പോൾ ആ മയ്യത്ത് മുന്നിൽ വെച്ച് പൊട്ടിക്കരഞ്ഞ് റബ്ബിനോട് പ്രാർത്ഥിച്ച് നമുക്ക് വേണ്ടി ഉപ്പ നിസ്കരിക്കും. ഖബറിന്റെ അടുക്കൽ വെച്ച് ഉപ്പ പൊട്ടിക്കരയും. ഒഴിവ് കിട്ടുമ്പോൾ ശ്മശാനത്തിൽ വന്ന് ഖബർസ്ഥാനിന്റെ അടുക്കൽ മക്കളായ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെയല്ലേ പ്രിയപ്പെട്ട കൂട്ടുകാരെ, കുട്ടികളെ, എനിക്കും നിങ്ങൾക്കും അല്ലാഹുവിന്റെ പ്രീതി അങ്ങനെ ലഭ്യമാകാൻ നമ്മൾ ശ്രദ്ധിക്കുക. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. സൗഹൃദ ബന്ധത്തിന്റെ 2 വരികൾ കൂടി നമ്മൾ പങ്കുവെക്കുകയാണ്. ഇവിടെ ആരും ഉപദേശകന്മാരില്ല. ഞാനടക്കമുള്ളവർ ഇത് പാലിക്കേണ്ടവരും കേൾക്കേണ്ടവരുമാണ്. ഓർക്കുക, കൂട്ടുകാർ ഇണക്കമുള്ളവനാകണം. എല്ലാ പ്രവാചകന്മാർക്കും കൂട്ടുകാരുണ്ട്. ചിലർ പറയും, ഞാൻ ആ കോളേജിൽ പോയി ഞാൻ അവിടെ ഒറ്റപ്പെട്ട്, ഞാൻ ഈ കോളേജിൽ നിന്ന് അവിടെയും ഞാൻ ഒറ്റപ്പെട്ട്, 1ാം ക്ലാസ് മുതലേ ഞാൻ ഒറ്റപ്പെട്ട്, അവിടെ LP സ്കൂളിൽ ഞാൻ ഒറ്റയായിരുന്നു, UPയിലും ഞാൻ ഒറ്റയായിരുന്നു. അപ്പോഴെങ്കിലും മനസ്സിലാക്കണ്ടേ എൻ്റെ സ്വഭാവത്തിൻ്റെ കുഴപ്പമെന്നുള്ളത്. അല്ലാതെ നമ്മൾ പോകുന്ന സ്ഥലത്തൊന്നുമല്ല. ഒരു വിശ്വാസി ഇണങ്ങുന്നവനാണ്. ആ ഇണക്കം അല്ലാഹുവിൻ്റെ മാർഗത്തിലാകണം. നല്ല കൂട്ടുകാരൻ ഒരു അത്തർ വിൽപ്പനക്കാരനെ കൂട്ടുകാരനായി കിട്ടിയതുപോലെയാണ്. നമ്മളൊരു ദിവസം ഒരു വഴി തെറ്റിയ വഴിയിലൂടെ രാത്രി ഇറങ്ങിപ്പോവുകയാണ്. ഒരു കൂട്ടുകാരൻ്റെ ബൈക്ക് കിട്ടിയപ്പോൾ അങ്ങാടിക്ക് ഇറങ്ങുക. ഒരു കൂട്ടുകാരൻ രാത്രി ട്രെയിൻ ഇറങ്ങിയാണ് തിരിച്ചു വരുന്നത്. മോനെ എങ്ങോട്ടാ? ഞാൻ ഇവിടെ വരെ. അവൻ ഹാൻഡിലിന് പിടിച്ചു, താക്കോല് കയ്യിൽ വെച്ചിട്ട് ചോദിച്ചു, എങ്ങോട്ടാ? ഈ അസമയത്ത് എവിടെ പോകുന്നു? നമ്മൾ പഠിക്കാൻ വേണ്ടി വന്നതല്ലേ, നല്ല കുട്ടിയല്ലേ, എന്തിനാ മോനെ വഴി തെറ്റാൻ വേണ്ടി ഇത്രയും നല്ലൊരു നാട്ടിൽ നിന്ന് എന്തിനിറങ്ങി പുറപ്പെടണം? നമ്മൾ നല്ല വഴിക്ക് നീങ്ങാൻ വന്നതല്ലേ. സോറി സോദരാ, നല്ല ഉപദേശത്തിന് നന്ദി. ബൈക്കെടുത്ത് സ്റ്റാൻഡിൽ കയറ്റി വെച്ച് ഹോസ്റ്റൽ റൂമിലേക്ക് പോകുന്നു. അതാണ് സുഗന്ധത്തിൻ്റെ ഒരു അത്തർ വിൽപ്പനക്കാരനെ കൂട്ടുകാരനായി കിട്ടിയാൽ അവൻ്റെ അടുത്ത് ചെന്ന്, നിങ്ങൾ ഇരുന്നോക്കി, നിങ്ങൾ സെൻ്റൊന്നും വാങ്ങണ്ട, അത്രയൊന്നും വാങ്ങൊന്നും വേണ്ട, അവിടെ ഇരുന്നാ മണം തുടങ്ങും. എന്തൊരു സുഗന്ധമായിരിക്കും അത്. ചീത്ത കൂട്ടുകാരനെ കൂടെ കൂട്ടിയവൻ അല്ലേ. പാപ്പയോട് പറഞ്ഞു, പാപ്പ എൻ്റെ 5 ഫ്രണ്ട് വരുന്നുണ്ട് വരേക്ക്. പാപ്പ ഇങ്ങനെ വെള്ളത്തുണിയും വെള്ളക്കുപ്പായൊക്കെ ധരിച്ച് രാവിലെ തന്നെ ഇറച്ചിയൊക്കെ വാങ്ങി നെയ്ച്ചോറൊക്കെ വെപ്പിച്ച് ഇങ്ങനെ ഉഷാറായിട്ട് നിൽക്കുമ്പോൾ ഒരു 5-6 ആൾക്കാർ സൈലൻസറൊക്കെ പോയ 2-3 വണ്ടിമ്മ വന്നിട്ട് ഇങ്ങോട്ട് ഇറങ്ങി. വാപ്പ ഇറങ്ങി ഓടി. കൊള്ളക്കാരാണ്. വാപ്പയോട് പറഞ്ഞു, വാപ്പ അല്ല, എൻ്റെ ഫ്രണ്ടാണ്. അങ്ങനെയല്ല നമ്മുടെ ഫ്രണ്ട്സ് ഉപ്പക്ക് കാണാൻ പറ്റുന്നവരാകണം. ഉപ്പ ഇതെൻ്റെ ഫ്രണ്ട്സാണ്. കയറി വരുന്നു. സലാം പറയുന്നവരുണ്ട്, അല്ലാത്തവരുണ്ട്. അവർ സലാം പറഞ്ഞ് ശീലിക്കാത്ത നമ്മളുടെ മറ്റു സഹോദരങ്ങളാണ്. അവർ പറഞ്ഞു, നിങ്ങൾക്ക് രക്ഷയുണ്ടാവട്ടെ എന്ന്. ആ വാക്ക് കേട്ട് ഉപ്പ കയറിയിരുത്തി. ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു. കൂട്ടുകാർ ചോദിച്ചു, ഉമ്മയാരാ? ഇത് ഉമ്മയാണ്, ഇത് പെങ്ങളാണ്, ഇത് ജ്യേഷ്ഠൻ്റെ ഭാര്യയാണ്, ഇത് എൻ്റെ എളാപ്പയുടെ വീടാണ്, ഇത് മൂത്താപ്പയുടെ വീടാണ്. എന്നാ എല്ലാവരും ഇരിക്കിട്ടോ. നമസ്കാരമൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് പിരിഞ്ഞു പോകുമ്പോൾ എല്ലാവരും എന്നാ പോട്ടെ, എൻ്റെ ഫ്രണ്ടാണ്. ആ ഉപ്പയോട് പറയുന്നു, ഉപ്പ ആ ഫ്രണ്ട് നമ്മളെ അങ്ങ് വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്, മോനെ പോയിക്കോ. ആ കൂട്ടുകാരല്ലേ, ആ കൂട്ടുകാർ പൊയ്ക്കോളൂ. അതായിരിക്കണം നല്ല കൂട്ടുകെട്ട് ആകട്ടെ. അൽ മുഅ്മിനു യഅലഫു വലാ ഖൈറ ഫീമൻ ലാ യഅലഫ്. ഇണങ്ങാത്തവനിൽ പുണ്യം ഇല്ല. സ്നേഹം അതിര് കവിയാൻ പാടില്ല എന്ന് ബഹുമാന്യനായ ഹാരിസ് മൗലവി നമ്മളോട് അറിയിച്ചു. ഞാൻ എൻ്റെ കൂട്ടുകാരോടും കുട്ടികളോടും പറയാറുള്ളത്, പ്രിയപ്പെട്ടവരെ, മൂക്കുന്നതിൻ്റെ മുമ്പ് പഴുക്കരുത് എന്ന നാടൻ ഭാഷയാണ്. നിങ്ങൾക്കും അത് മനസ്സിലുണ്ടാകും എന്ന് തോന്നുന്നു. നമ്മൾ പഠിക്കേണ്ടവരാണിപ്പോൾ. ഇപ്പോഴേ നമുക്ക് പഠിക്കാൻ കഴിയുള്ളൂ. ജീവിക്കേണ്ട ഒരു കാലം 5-6 കൊല്ലം കഴിഞ്ഞാൽ വരുന്നു. ആ ജീവിതം ചിലപ്പോൾ 1 കൊല്ലം കൊണ്ട് നമ്മൾ പ്രതീക്ഷിച്ച ആ പ്രതീക്ഷ വേഗം കഴിഞ്ഞ് പിന്നീട് നമ്മൾ അടുത്ത കോഴ്സിന്, PG കോഴ്സിന് അന്വേഷണം നടത്തും. അതിൻ്റെ അർത്ഥം വിവാഹ ജീവിതം മടുത്തു എന്നല്ല. വിവാഹ ജീവിതം ഒരിക്കലും ഒന്നിനും അള്ളാഹു തടസ്സമാക്കുകയില്ല. അതുകൊണ്ട് കാമുകന്മാരെ അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്നാണ്.
ആ ഒരു ശാപം ഈ പന്തലിന് കീഴിരിക്കുന്ന നല്ലവരായ നിങ്ങൾക്കോ എനിക്കോ ഉണ്ടാകാൻ പാടില്ല എന്നത് അടുത്ത വർഷത്തെ പ്രൊഫ്കോണല്ല, നിങ്ങളുടെ ജീവിതത്തിൽ മുഴുവനും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ അത് ഓർത്തിരിക്കും എന്ന് MSMകാരായ നമ്മളൊക്കെ നിങ്ങളോട് പ്രത്യേകം അത് പറയണ്ടല്ലോ. വീടുകളിലെ മാതാപിതാക്കൾ കണ്ണീരുമായി കഴിഞ്ഞുകൂടും. ചിലപ്പോൾ വലിയ ഒരു അഭിമാനമായി, വലിയ ഒരു വട്ട മുഖമായി, ഒരു റാങ്കിൻ്റെ പോലും സമൂഹത്തിൻ്റെ നന്മയ്ക്കു വേണ്ടി ഉയർത്തെഴുന്നേറ്റ ഒരു കുട്ടിയെക്കുറിച്ച് പിന്നീട് കേൾക്കാൻ കഴിഞ്ഞത് അവൾ മറ്റൊരുത്തൻ്റെ കൂടെ ഇറങ്ങിപ്പോയവരുടെ കൂട്ടത്തിലാണ്. ഏറ്റവും പ്രിയപ്പെട്ട കുടുംബങ്ങളുടെ ബന്ധുക്കളുടെ ആദരവില്ലാതെ പോകുന്ന രജിസ്റ്റർ വിവാഹങ്ങളായി 2 കൊല്ലം കണ്ട് അടിച്ച് പിരിഞ്ഞ് റെയിൽവേ ട്രാക്കിലും ഒന്ന് പൊട്ടക്കിണറ്റിലും തകർന്നടിയാനുള്ളതല്ലല്ലോ പ്രിയപ്പെട്ട കൂട്ടുകാരെ പ്രൊഫഷണൽ ജീവിതം എന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തരുടെയും കണ്ണാടിയാകണം എന്നാണ്. ആ കണ്ണാടി ബന്ധങ്ങൾ സൂക്ഷിക്കുക. വിവാഹത്തിൻ്റെ കാര്യത്തിലും ഉള്ള ഇസ്ലാമിക രീതി നമുക്കറിയാം. അനുവദിക്കപ്പെട്ട പഠനത്തിൻ്റെ രംഗത്ത് ഉഷാറായി പഠിക്കുക, ഗംഭീരമായി പഠിക്കുക. ഈ സമൂഹത്തിനും ഈ രാജ്യത്തിനും ഒരാളും തീവ്രവാദിയാകാൻ പാടില്ല. ബോംബ് സത്യം പറയുന്നത് കൊണ്ട് മാത്രമാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ട് അറിയുന്നത്, അല്ലേ? അതുവരെയുള്ള ഒരു ഗൂഢാലോചനയും ആരും അറിയാതെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ബോംബിന് മെല്ലെ പൊട്ടാൻ അറിയില്ല. ബോംബ് ടേ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പൊട്ടുമ്പോഴാണ് ആ ബോംബാണ് അതുവരെയുള്ള എല്ലാ നിഗൂഢതകളെയും അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ അറിയിക്കുന്നത്. ബോംബിന് ബുദ്ധി ഉണ്ടായിട്ടല്ല, പക്ഷെ ബോംബ് അങ്ങനെയാണ്, അതങ്ങ് പൊട്ടുകയാണ്. നോക്കൂ നിങ്ങൾ, പ്രത്യേകിച്ച് എൻജിനീയറിങ് സ്റ്റുഡൻസിന് നമ്മൾ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും പഠിക്കാൻ വാപ്പ പറഞ്ഞയച്ചിട്ട് ബോംബ് വെയറും പഠിച്ച് വന്ന് നമ്മളുടെ മയ്യത്ത് പോലും വാപ്പക്കും ഉമ്മക്കും കാണാൻ പാടില്ല, കാണേണ്ട എന്ന് പറയേണ്ട ദുർഗതി ഒരു ഇന്ത്യൻ പൗരനായ ഒരു മുസ്ലിമിനും അല്ലാത്ത മതവിഭാഗക്കാർക്കും ആർക്കും ഉണ്ടാകരുത് എന്ന് MSM ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് കൂട്ട് സൗഹൃദ ബന്ധങ്ങൾ നല്ല നിലക്ക് ആവുക. വിവാഹ രംഗത്ത്, വിവാഹ അന്വേഷണ രംഗത്തും ഒരു 5, 6, 7 കൊല്ലം കഴിഞ്ഞാൽ കാലെടുത്തു വെക്കേണ്ടവരാണ് നമ്മൾ. വിവാഹങ്ങൾ വിവാദങ്ങളാവാതിരിക്കട്ടെ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അത്രേ അതിൻ്റെ വിശുദ്ധമായ ദിനരാത്രങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ സ്ത്രീധനമില്ലാത്ത ഇസ്ലാമിക വിവാഹത്തിൽ സ്ത്രീ ഒരു ധനമാണ്. അത് ആദ്യങ്ങൾ മനസ്സിലാക്കണം. സ്വർണത്തിന് എത്ര വില? ഞാൻ ഇന്ന് ട്രെയിനിൽ നിന്ന് കാപ്പി കുടിച്ചു. രാവിലെ കാപ്പി കുടിച്ചപ്പോൾ മധുരം പറ്റക്കുറവാണ്. ഞാൻ ചോദിച്ചു, മധുരമൊക്കെ കുറഞ്ഞാണ്? അപ്പോൾ അയാൾ പറഞ്ഞു, പഞ്ചാരക്കൊക്കെ വളരെ കുറവാണ്. ഞാൻ ഓർത്തുപോയി, സ്വർണത്തിൻ്റെ വില അറിഞ്ഞിട്ട് മുസ്ലിം സമുദായം സ്വർണം കുറച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. ചായക്കാരൻ്റെ ബുദ്ധി പോലും നമ്മുടെ സമൂഹത്തിന് ഇല്ലാതെ പോയതുകൊണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരികളോട് പറയുന്നു, സ്വർണം ആഭരണം ധരിക്കരുതെന്ന് പറയാൻ ആർക്കും അവകാശമില്ല. പക്ഷേ സ്ത്രീ ഒരു ധനമാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ആ ധനത്തിൻ്റെ വില നിങ്ങൾ കളയാതിരുന്നാൽ മതി. അതുകൊണ്ട് സ്ത്രീ ഒരു ധനമായി, പുരുഷൻ അത് മനസ്സിലാക്കി ധന്യമായ വിവാഹ ജീവിതവും നല്ല നിലയിൽ പോകാൻ നമുക്ക് കഴിയണം. ഇത് ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചത് ഈ ക്യാമ്പ് കഴിഞ്ഞു പോയിട്ട് ഉടൻ പെണ്ണ് തെരഞ്ഞ് പഠനം ഇല്ലാതെയാക്കാനല്ല. നിങ്ങളെ ഇപ്പോൾ കിട്ടി, നമുക്ക് ലഭ്യമായ ഈ ഭയങ്കര സന്ദർഭത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു. അവസാനം പറയുന്നു, പഠനം, ചിന്ത, സമർപ്പണം. അത് ഈ സമൂഹം നമ്മളെ കാത്തിരിക്കുകയാണ്. ഞാൻ ഇന്ന് ഓട്ടോറിക്ഷയിൽ വരുമ്പോൾ ഓട്ടോറിക്ഷക്കാരനോട് അങ്ങോട്ട് പറയാൻ, കാരണം കുറേ വണ്ടിയൊക്കെ വന്നിങ്ങനെ നിർത്തിയതെന്താ എന്നറിയാൻ അദ്ദേഹത്തിനൊരു കൗതുകം ഉണ്ടാവുമല്ലോ. അദ്ദേഹത്തോട് അങ്ങോട്ട് ചോദിച്ചു, പേരെന്താ, വീടെവിടെയാ? ഉടൻ അയാൾ ഇങ്ങോട്ട് ചോദിച്ചു, ഇവിടെ എന്താ പരിപാടി? ഉടനെ പറഞ്ഞു, ഇവിടെ പ്രൊഫഷണൽ സ്റ്റുഡൻസ് കേരളത്തിലുള്ള കുട്ടികളെയൊക്കെ വിളിച്ചു ചേർത്തിരിക്കുകയാണ്. അവരൊക്കെ നല്ല മക്കളായി, നല്ല വളർച്ചയുള്ളതായി, രാജ്യത്തിൻ്റെ നല്ല പൗരന്മാരായി വളർത്തിയെടുക്കാൻ MSM എന്ന് പറയുന്ന സംഘടന ഇറങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, വളരെ നല്ല പരിപാടി കേട്ടോ. 2 വിരലും കൂട്ടിപ്പിടിച്ച് വിട്ടിട്ട് എന്തോ ഒരു അമിട്ട് പൊട്ടിച്ചതുപോലെയുള്ള പ്രതീക്ഷയാണ് ഈ നാട്ടിലുള്ളവർക്ക് പോലും ഉള്ളത്. ആ പ്രതീക്ഷക്കൊത്ത് ഉയരുക. അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല കുട്ടികൾ ആവാൻ അള്ളാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. 5 നേരം ആരാധന ചെയ്ത് മാതാപിതാക്കളോട് നന്മ ചെയ്ത് അവർക്കോട് നന്ദി കാണിച്ച് നല്ല കൂട്ടു സൗഹൃദ സുഹൃത്ത് ബന്ധവുമായി മുന്നോട്ട് പോയി നാളെ നല്ലവരായി ഇതുപോലെ ഒത്തൊരുമിച്ച് സന്തോഷത്തോടെ പുഞ്ചിരിച്ച് പരലോകത്ത്
കണ്ടുമുട്ടാൻ ഉള്ള സൗഭാഗ്യം റബ്ബ് തരുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.